ആണ് ഡിസ്കസ് ചെയ്തിരുന്നത്. ഇന്ന് അദ്ദേഹത്തിൻ്റെ ഗുരുവും ജ്യേഷ്ഠ സഹോദരനും ആയിരുന്ന സനാതന ഗോസ്വാമിയെ കുറിച്ചുള്ള വിവരണങ്ങളാണ് ഇന്ന് നമ്മൾ കേൾക്കാൻ പോകുന്നത്. ഓം അജ്ഞാനതിമിരാന്ധസ്യ ജ്ഞാനാഞ്ജനാശലാകയാ ചക്ഷുരുന്മീലിതം യേന തസ്മൈ ശ്രീ ഗുരവേ നമഃ. ശ്രീചൈതന്യമനോഭീഷ്ടം സ്ഥാപിതം യേന ഭൂതലേ സ്വയം രൂപ കഥാമഹ്യം ദദാതി സ്വപദാന്തികം. വാഞ്ചാകൽപതരുഭ്യശ്ച കൃപാ സിന്ധുഭ്യ ഏവ ച പതിതാനാം പാവനേഭ്യോ വൈഷ്ണവേഭ്യോ നമോ നമഃ. നമോ ഓം വിഷ്ണുപാദായ കൃഷ്ണപൃഷ്ഠായ ഭൂതലേ ശ്രീമതേ ഭക്തിവേദാന്ത സ്വാമിന്നിതി നാമിനേ. നമസ്തേ സരസ്വതേ ദേവേ ഗൗരവാണി പ്രചാരിണേ നിർവിശേഷ ശൂന്യവാദി പാശ്ചാത്യദേശതാരിണേ. ജയ ശ്രീ കൃഷ്ണ ചൈതന്യ പ്രഭു നിത്യാനന്ദ ശ്രീ അദ്വൈത ഗദാധര ശ്രീവാസാദി ഗൗരഭക്തവൃന്ദ. ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ, ഹരേ രാമ 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 ഹരേ ഹരേ. മൂകം കരോതി വാചാലം പങ്കും ലംഘയതേ ഗിരിം യത്കൃപാതമഹം വന്ദേ ശ്രീഗുരും ദീനദാരിണം പരമാനന്ദമാധവം ശ്രീ ചൈതന്യമേശ്വരം. കഥാഞ്ചന സ്മൃതേ യസ്മിൻ ദുഷ്കരം സുകരം ഭവേത് വിസ്മൃതേ വിപരീതം സ്യാത് ശ്രീചൈതന്യം നമാമി തം. ഹരി ഓം തത്സത്. ഹരേ കൃഷ്ണ. ഷഡ്ഗോസ്വാമികളുടെ ഗ്ലോറിഫിക്കേഷനിൽ വൈഷ്ണവാചാര്യന്മാരിൽ പ്രമുഖരായ ഷഡ്ഗോസ്വാമിമാരുടെ രണ്ടാമത്തെ വ്യക്തിത്വം നമ്മൾ കഴിഞ്ഞ 3 ദിവസം നമ്മൾ ഡിസ്കസ് ചെയ്ത ശ്രീ രൂപഗോസ്വാമി പ്രഭുപാദരാണ്. ഈ 6 പേരിൽ മുഖ്യനായ വ്യക്തിയായിട്ട് കൺസിഡർ ചെയ്തത്. കാരണം അദ്ദേഹത്തിൻ്റെ കോൺട്രിബ്യൂഷൻ നമ്മുടെ വൈഷ്ണവ സമ്പ്രദായത്തിൽ വളരെ മുൻപിലായിരുന്നു. അദ്ദേഹം ഒരു എക്സംപ്ലറി വ്യക്തിയായിരുന്നു. അദ്ദേഹത്തിൻ്റെ ജീവിതത്തിൽ നിന്ന് നമ്മളുടെ ജീവിതത്തിലേക്ക് പഠിക്കാൻ ഒരുപാട് പാഠങ്ങൾ അദ്ദേഹം മാറ്റിവെച്ചിട്ടും പഠിക്കാനുള്ള കാര്യങ്ങളും അദ്ദേഹം രചിച്ചിട്ടും നമുക്കെന്നും അതിൻ്റെ ആനന്ദം നുകരുന്നതിന് വേണ്ടി ധാമം എല്ലാം റിവൈവ് ചെയ്ത് നൽകിയതിനു ശേഷമാണ് അദ്ദേഹം ഈ ഭൗതിക ലോകത്തിലെ അദ്ദേഹത്തിൻ്റെ ലീലകൾ അവസാനിപ്പിച്ച് സ്വന്തം മഞ്ജരിയുടെ രൂപത്തിൽ ഭഗവത് ധാമിലേക്ക് തിരിച്ചു പോയത്. അദ്ദേഹത്തിന് ഗുരുവായിരുന്ന സനാതന ഗോസ്വാമി, ജ്യേഷ്ഠനുമായിരുന്ന സനാതന ഗോസ്വാമിയെ കുറിച്ചാണ് നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. ഫോർച്ചുനേറ്റ്ലി നമ്മൾ ഇന്ന് സനാതന ഗോസ്വാമിയെ കുറിച്ച് നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യുമ്പോൾ അദ്ദേഹത്തിൻ്റെ തിരോഭാവ ദിവസം അത് ഇന്നാണോ അതോ നാളെയാണോ എനിക്ക് സംശയമുണ്ട്. ഐ തിങ്ക് 29-ാം തീയതി ആണെന്ന് എനിക്ക് തോന്നുന്നു. ആണോ? ഹരേ കൃഷ്ണ, നാളെയല്ലേ? ഹരേ കൃഷ്ണ പ്രഭു, നാളെയാണ് പ്രഭു. ഹരേ കൃഷ്ണ. യെസ്. സനാതന ഗോസ്വാമിയുടെ തിരോഭാവ ദിവസമാണ് നാളെ. സോ നമുക്ക് ഇന്ന് അദ്ദേഹത്തെക്കുറിച്ച്, അദ്ദേഹത്തിൻ്റെ ലീലകൾ എല്ലാം കേട്ടുകൊണ്ട് നാളത്തെ ദിവസം അദ്ദേഹത്തിൻ്റെ ആ തിരുഭാവ ദിവസം നമുക്ക് ആഘോഷിക്കാം. സോ കോയിൻസിഡൻ്റലി വന്നതാണ്. ഇന്ന് രാവിലെ മാതാജിയോട് ചോദിച്ചു, അപ്പോൾ ആരെക്കുറിച്ച് നമുക്ക് ഇന്ന് കേൾക്കാമെന്ന് ചോദിക്കുമ്പോൾ സനാതന ഗോസ്വാമി എന്ന് പറഞ്ഞപ്പോഴാണ് പെട്ടെന്ന് മാതാജി പറഞ്ഞത് അദ്ദേഹത്തിൻ്റെ തിരുഭാവ ദിവസവും കൂടിയാണ്. സോ അതൊരു കോയിൻസിഡൻ്റലി വന്നതാണ്, എങ്കിലും വളരെ നല്ലൊരു കാര്യമാണ്. അപ്പോൾ നമുക്കിന്ന് അദ്ദേഹത്തെക്കുറിച്ച് കേൾക്കാം. ഷഡ്ഗോസ്വാമികളെ കുറിച്ച് പറയുമ്പോൾ, അല്ലെങ്കിൽ അവരിലെ ഒരു പ്രധാന വ്യക്തികളിൽ ഒരുവനായ സനാതന ഗോസ്വാമിയെ കുറിച്ച് പറയുമ്പോൾ, അവർ നമുക്ക് വേണ്ടി നൽകിയ കോൺട്രിബ്യൂഷനെ ഓർക്കാതെ നമുക്ക് ഒരിക്കലും മുൻപോട്ട് പോകാൻ സാധിക്കുകയില്ല. ശ്രീനിവാസാചാര്യ എന്ന വ്യക്തി, അദ്ദേഹം എഴുതിയ ഷഡ്ഗോസ്വാമി അഷ്ടകത്തിലെ 2 ശ്ലോകങ്ങൾ നമുക്ക് നോക്കാം.
നാനാശാസ്ത്രവിചാരണൈകനിപുണൗ സദ്ധർമ്മസംസ്ഥാപകൗ ലോകാനാം ഹിതകാരിണൗ ത്രിഭുവനേ മന്യൗ ശരണ്യാകരൗ രാധാകൃഷ്ണപദാരവിന്ദഭജനാ നന്ദേന മത്താലികൗ വന്ദേ രൂപസനാതനൗ രഘുയുഗൗ ശ്രീജീവഗോപാലകൗ ത്യക്ത്വാ തൂർണമശേഷമണ്ഡലപതിം ശ്രേണിം സദാ തുച്ഛവത് ഭൂത്വാ ദീനഗണേശകൗ കരുണയാ കൗഭീനകന്ധാശ്രിതൗ. ഈ രണ്ട് ശ്ലോകങ്ങളിൽ പറയുന്നത് അവർ നമുക്ക് വേണ്ടി നൽകിയ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യങ്ങളാണ്. ത്യക്ത്വാ തൂർണമശേഷമണ്ഡലപതിം സദാ ശ്രേണിം സദാ സുതുച്ഛവത്. അതായത് ഉണ്ടായിരുന്ന ഭൗതികപരമായ ഏറ്റവും ഉയർന്ന തലങ്ങളിൽ ഉണ്ടായിരുന്ന പൊസിഷനെ, അല്ലെങ്കിൽ എല്ലാവരും ആഗ്രഹിച്ചിരുന്ന, അത് കിട്ടിയിരുന്നെങ്കിൽ എന്ന് ലോകത്തിലെ ആൾക്കാർ ആഗ്രഹിച്ചിരുന്ന ആ പൊസിഷൻ വഹിച്ച അതവരെ ത്യജിച്ചിട്ട് നാനാശാസ്ത്രങ്ങളും അവര് ഗഹനമായി പഠിച്ചുകൊണ്ട് ഭൂത്വാ ദീന ഗണേശ കൗ കരുണയാ, ഭൗതിക ലോകത്തിലെ ജനങ്ങളുടെ അവസ്ഥയെ മനസ്സിലാക്കി അവരുടെ ദാരുണമായ, അല്ലെങ്കിൽ അവരുടെ വളരെ ദുഃഖപൂർണമായ ജീവിതത്തിന്റെ അവസ്ഥകൾ മനസ്സിലാക്കി നമുക്ക് വേണ്ടി അവരുടെ പൊസിഷൻ എല്ലാം അവർ കളഞ്ഞ് വെറും കൗപീനം ധരിച്ചുകൊണ്ട്, അല്ലെങ്കിൽ കന്ധാശ്രുത കീറി മുറിഞ്ഞ ഡ്രസ്സുകൾ ധരിച്ച് അവർ സ്വീകരിച്ച് വൃന്ദാവനത്തിലെ പുണ്യഭൂമിയിലെ സ്ഥലങ്ങളിലൂടെ കറങ്ങി സഞ്ചരിച്ച് ആ സ്ഥലങ്ങളെയെല്ലാം വീണ്ടെടുത്തുകൊണ്ട് നമുക്ക് നൽകിയ വ്യക്തിത്വങ്ങളാണ് ഈ ഷഡ് ഗോസ്വാമികൾ എന്ന് പറയുന്നത്. സനാതന ഗോസ്വാമി എന്ന് പറയുന്നത് നമ്മൾ കഴിഞ്ഞ ദിവസങ്ങളിൽ കേട്ട ശിലരൂപ ഗോസ്വാമി പ്രഭുപാദരുടെ ജ്യേഷ്ഠ സഹോദരനാണ്. അപ്പോൾ അതിൽ ഏതാണ്ട് പകുതി ഭാഗങ്ങൾ കഥ അതിൽ തന്നെ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. അതെല്ലാവരും ഒന്ന് ഓർത്തെടുക്കുക. കർണാടകത്തിലുണ്ടായിരുന്ന ഫാമിലി, അവിടെ നിന്ന് അവർ പല സ്ഥലങ്ങളിൽ സഞ്ചരിച്ച് അവസാനം ബംഗാളിൽ വന്ന് സെറ്റിലാവുകയും അവിടെ വെച്ച് അവരുടെ പ്രാവീണ്യം, പല മേഖലകളിലും അവർക്കുണ്ടായിരുന്ന പ്രാവീണ്യത്തെ കൺസിഡർ ചെയ്തുകൊണ്ട് നവാബ് ഹുസൈൻ ഷാ എന്ന് പറയുന്ന അദ്ദേഹം തൻ്റെ രാജകൊട്ടാരത്തിലെ പ്രമുഖമായ 2 സ്ഥാനങ്ങൾ അവർക്ക് നൽകുകയും ആ 2 സ്ഥാനങ്ങൾ വഹിച്ചത് കാരണം, അല്ലെങ്കിൽ അവർക്ക് മനസ്സിന് താല്പര്യമുണ്ടായിരുന്നിട്ടല്ല അവർ ആ പൊസിഷനിൽ എടുക്കേണ്ടി വന്നത്, കാരണം അവർ രാജാവിൻ്റെ നിർബന്ധത്തിന് വഴങ്ങി അവർ ആ പൊസിഷൻ എടുക്കേണ്ടി വന്നതാണ്. അങ്ങനെ അവര് അറിഞ്ഞോ അറിയാതെയോ ഇസ്ലാം മതത്തിൻ്റെ കൂടെ, അല്ലെങ്കിൽ മതസ്ഥരായ വ്യക്തികളുടെ കൂടെ സഹവസിച്ചു എന്ന ഒരു കാരണത്താൽ അവരെ ബ്രാഹ്മണ കുടുംബത്തിൽ നിന്ന് തന്നെ അവരെ എന്താ പറയുക, നിഷ്കാർഷണം ചെയ്തു എന്ന് പറയല്ലേ. അതായത് അവരെ അവിടുന്ന് മാറ്റി, അവരുടെ സംസ്കാരത്തിൽ നിന്ന്, അല്ലെങ്കിൽ ബ്രാഹ്മണ സംസ്കാരത്തിൽ, സമുദായത്തിൽ നിന്ന് അവരെ മാറ്റുകയാണ് ചെയ്തത്. അങ്ങനെ സാഗര മല്ലിക, ഡാബർ ഖാസി എന്ന 2 നാമങ്ങൾ സ്വീകരിച്ചുകൊണ്ട് അവര് പ്രൈം മിനിസ്റ്ററുടെയും ഫിനാൻസ് മിനിസ്റ്ററുടെയും പൊസിഷൻ വഹിച്ചുകൊണ്ട് അവര് കുറെ കാലം രാജാവിന് സേവനം അനുഷ്ഠിച്ചു. അങ്ങനെ ഇരുന്ന സമയത്താണ് ചൈതന്യ മഹാപ്രഭു ബംഗാൾ അല്ലെങ്കിൽ മഹാഭഗവാന്റെ അവതാരത്തെ കുറിച്ചിട്ടും ബംഗാളിൽ അദ്ദേഹം ഭഗവത് നാമ പ്രചാരണം ആരംഭിച്ചു എന്ന് വിവരം അറിഞ്ഞ അവര് എങ്ങനെയെങ്കിലും ഇവിടെ നിന്ന് വെളിയിൽ പോകണം എന്ന ആഗ്രഹത്തില് അനുസരിച്ച് രൂപ ഗോസ്വാമി അല്ലെങ്കിൽ ഡാബർ ഖാസി എന്ന അദ്ദേഹം അവിടെ നിന്ന് രക്ഷപ്പെട്ടു പോയി. അവിടെ മുതൽ ഈ കഥകളെല്ലാം ഇവർ രണ്ടുപേരും ഒരുമിച്ചാണ് നടക്കുന്നത്. പക്ഷെ രൂപഗോസ്വാമി എന്ന് പറഞ്ഞ അദ്ദേഹം, അതായത് ഡാബർ ഖാസി അല്ലെങ്കിൽ അവരും അദ്ദേഹത്തിന് അനുപം എന്ന് പറയുന്ന അദ്ദേഹത്തിന്റെ സഹോദരനും കൂടി, അവർ രണ്ടുപേരും കൂടി ചൈതന്യ മഹാപ്രഭുവിനെ കാണാനായിട്ട് പോകുന്ന സമയത്ത് സനാതന ഗോസ്വാമി അല്ലെങ്കിൽ സാഗര മല്ലിക
അദ്ദേഹം രാജാവിൻ്റെ കൂടെയും, അങ്ങനെ സഹോദരൻ പോയി എന്നറിഞ്ഞ ശേഷം ഇദ്ദേഹവും പോകുമെന്ന ഭയത്താൽ അല്ലെങ്കിൽ പോകുമെന്ന് മനസ്സിലാക്കിയ രാജാവ് ഇദ്ദേഹത്തിലെ ജയിലിൽ അടയ്ക്കുകയും ചെയ്യുകയാണ് ചെയ്തത്. സോ അങ്ങനെ രൂപ ഗോസ്വാമി പ്രഭുപാദർ ചൈതന്യ മഹാപ്രഭുവിനെ കണ്ടു. അങ്ങനെ മഹാപ്രഭുവിനെ കണ്ടു എന്ന വിവരവും അതുപോലെ തന്നെ ഒരു രഹസ്യമായ രീതിയിൽ അദ്ദേഹം രൂപ ഗോസ്വാമി സനാതന ഗോസ്വാമിക്ക് ഒരു സന്ദേശം അയച്ചപ്പോൾ അയച്ചത് ഇന്ന് എങ്ങനെയാണ്, അതായത് ചൈതന്യ മഹാപ്രഭു ജഗന്നാഥ് പുരിയിൽ നിന്ന് വൃന്ദാവനത്തിലേക്ക് വരുന്നുണ്ട്. സോ എങ്ങനെയെങ്കിലും എത്രയും പെട്ടെന്ന് അദ്ദേഹം അവിടെ നിന്ന് ജയിലിൽ നിന്ന് രക്ഷ നേടാൻ ശ്രമിക്കണം എന്നൊരു സന്ദേശമായിരുന്നു ചെയ്തത്. അപ്പോൾ അതിനുവേണ്ടി അവരുടെ വിശ്വസ്തനായ ഒരു വ്യക്തിയുടെ കയ്യിൽ 10,000 സ്വർണ്ണ നാണയങ്ങൾ ഏൽപ്പിച്ചിട്ടുണ്ട്. ആ സ്വർണ്ണ നാണയങ്ങൾ ഉപയോഗിച്ചുകൊണ്ട് നിനക്ക് ഇവിടെ നിന്ന് എങ്ങനെയെങ്കിലും രക്ഷപ്പെടാൻ ശ്രമിക്കാം എന്ന് രൂപ ഗോസ്വാമി പ്രഭുപാദർ സനാതന ഗോസ്വാമിക്ക് ഒരു മെസ്സേജ് അയക്കുകയാണ് ചെയ്തത്. ഒരു ക്ഷണം തരിക. ക്ഷമിക്കുക. സോ അങ്ങനെ സനാതന ഗോസ്വാമിക്ക് കിട്ടിയ മെസ്സേജ് കിട്ടിയപ്പോൾ അറിഞ്ഞു 10,000 സ്വർണ്ണ നാണയങ്ങൾ ഇന്നപോലെ ഒരാളെ ഏൽപ്പിച്ചിട്ടുണ്ട് എന്ന് മനസ്സിലാക്കി അദ്ദേഹം അങ്ങനെ പതുക്കെ സാവധാനമായിട്ട് അദ്ദേഹം സനാതന ഗോസ്വാമി ആ ജയിലറുമായിട്ട് അല്ലെങ്കിൽ അവിടെ കാവൽ നിന്നിരുന്ന ആളുമായിട്ട് സൗഹൃദത്തിലാകാൻ ശ്രമിച്ചു. അങ്ങനെ പല 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 മാർഗങ്ങളിലൂടെ അദ്ദേഹം സൗഹൃദത്തിലായപ്പോൾ അദ്ദേഹം പറഞ്ഞു, ഞാൻ നിനക്ക് 7,000 സ്വർണ്ണ നാണയങ്ങൾ നൽകാം, എന്നെ എങ്ങനെയെങ്കിലും ഇതിൽ നിന്ന് രക്ഷപ്പെടാൻ സഹായിക്കണം എന്ന് ആവശ്യപ്പെടും. അദ്ദേഹം പറയും, എനിക്ക് അങ്ങയെ സഹായിക്കണമെന്ന് ആവശ്യമുണ്ട്, പക്ഷേ നവാബ് ഹുസൈൻ ഷായുടെ ആയോടുള്ള ഭയം എനിക്കുണ്ട്. അദ്ദേഹം എന്നെ എന്തായിരിക്കും ചെയ്യുക എന്ന് എനിക്കറിയില്ല. അപ്പൊ അതിനുള്ള മാർഗവും സനാതന ഗോസ്വാമി ആ ജയിലർക്ക് നൽകി. പറഞ്ഞു, നീ എന്നെ ഗംഗയുടെ തീരത്തേക്ക് നേച്ചേഴ്സ് കോൾ, അതായത് പ്രാഥമിക കർമ്മങ്ങൾ നടത്തുന്നതിന് വേണ്ടി പ്രഭാത കർമ്മങ്ങൾ നടത്തുന്നതിന് വേണ്ടി എന്നെ ഗംഗയുടെ തീരത്തേക്ക് കൊണ്ടുപോയ സമയത്ത് ഞാൻ ഗംഗയിലേക്ക് എടുത്ത് ചാടി ഒഴുക്കിൽപ്പെട്ട് കാണാതായി എന്ന് നീ പറഞ്ഞാൽ മതി എന്നൊരു ഐഡിയ സനാതന ഗോസ്വാമി ആ ജയിലർക്ക് നൽകും. അത് നല്ലൊരു ഐഡിയയാണ്. കാരണം അന്നത്തെ കാലത്ത് ജയിലിനുള്ളിൽ ടോയ്ലറ്റ് ഫെസിലിറ്റികളൊന്നും ഇല്ലല്ലോ. സോ അതിൻ്റെ പ്രാഥമിക കർമ്മങ്ങൾ അല്ലെങ്കിൽ പ്രഭാത കർമ്മങ്ങൾക്ക് വേണ്ടിയിട്ട് ഗംഗയുടെ തീരത്തേക്ക് കൊണ്ടുപോകേണ്ട ആവശ്യമുണ്ട്. സോ അങ്ങനെ കൊണ്ടുപോയ സമയത്ത് അദ്ദേഹം അവിടെ നിന്ന് ഒളിച്ചോടുകയും, അപ്പം അങ്ങനെ അദ്ദേഹം ഒരുപക്ഷെ ആ ഭാഗത്തെക്കുറിച്ച് പറയുന്നില്ല, അങ്ങനെ അതേ ഐഡിയ അദ്ദേഹം ഉപയോഗിച്ച് കാണണം. അങ്ങനെ അതിനുശേഷം അദ്ദേഹം അവിടുന്ന് 8 ഗോൾഡ് കോയിൻ, ബാക്കിയുള്ള 3,000 ഗോൾഡ് കോയിൻ അറിയില്ല, എനിക്ക് ഓർമ്മയില്ല അത് അങ്ങനെയാണെന്നത് ഇതില്ല, അതിനെക്കുറിച്ച് വിവരിക്കുന്നില്ല. അങ്ങനെ അതിൽ നിന്ന് ഇവിടെ ആ ബാക്കി ഉണ്ടായിരുന്നതിൽ നിന്ന് 8 ഗോൾഡ് കോയിൻ മാത്രം അദ്ദേഹം എടുത്തുകൊണ്ട് അദ്ദേഹം യാത്ര തുടരുകയാണ്. ഇൻ ദ സെൻസ് ആരംഭിക്കുകയാണ് വൃന്ദാവനത്തിലേക്ക് മഹാപ്രഭുവിനെ കാണാനും അതുപോലെ തന്നെ തൻ്റെ അനുജനായ രൂപഗോസ്വാമിയുടെയും അനുപമയുടെയും കൂടെ ജോയിൻ ചെയ്യുന്നതിന് വേണ്ടി അദ്ദേഹം അങ്ങോട്ട് യാത്ര തുടങ്ങുകയാണ് ചെയ്യുന്നത്. അങ്ങനെ ബീഹാർ ഭാഗങ്ങളിലുള്ള വനാന്തരങ്ങളിൽ കൂടി അനേകം ദിനരാത്രങ്ങൾ അദ്ദേഹം സഞ്ചരിച്ച്, തീർച്ചയായിട്ടും അന്നത്തെ കാലത്ത് ട്രെയിനോ ബസ്സോ ലോറിയോ ഓട്ടോയോ അല്ലെങ്കിൽ ഫ്ലൈറ്റോ ഒന്നും ഇല്ലാത്ത സമയമാണ്. സോ അദ്ദേഹം കാൽനടയായിട്ട് അദ്ദേഹത്തിൻ്റെ കൂടെ ഒരാൾ കൂടെ ഉണ്ടായിരുന്നു എന്നാണ് എൻ്റെ ഓർമ്മ. അങ്ങനെ അവർ രണ്ടുപേരും കൂടെ അനേകം ദിനരാത്രങ്ങൾ നടന്ന് സഞ്ചരിച്ച് പോകുന്ന സമയത്ത് അവർക്ക് ഇടയിലൊരു സ്ഥലത്ത് വെച്ച്, ബീഹാറിലെ ഏതൊരു ഭാഗത്ത് വെച്ച്, സ്ഥലപ്പേരെന്താ പട്ടാട സംതിങ് ലൈക്ക് ദാറ്റ്, ആ ഒരു സ്ഥലത്ത് വെച്ചിട്ട് അദ്ദേഹത്തിന് ഒരു സത്രം, നമ്മുടെ ഈ വഴിയോരങ്ങളിലുള്ള സത്രം പോലെയുള്ള ഒരു സ്ഥലം കാണുകയുണ്ട്. അപ്പോൾ അവിടെ കുറച്ച് അന്തി ഉറങ്ങാനായിട്ട് റെസ്റ്റ് എടുക്കാനായിട്ട് അവിടെ ചെല്ലുമ്പോൾ അവിടുത്തെ ആ സത്രത്തിൻ്റെ ഉടമസ്ഥൻ ഇദ്ദേഹത്തെ പരിചയമുണ്ടോ അതോ എങ്ങനെയോ കണ്ടിട്ട് വലിയ ധനവാനാണ് എന്ന ഒരു കാര്യം തോന്നി അങ്ങനെ മനസ്സിലാക്കിയത് കാരണം ഒരു അമിതമായ സ്നേഹപ്രകടനം അദ്ദേഹത്തോട് കാണിക്കുകയുണ്ടായി. അതായത് ഒരുപാട്
ഇദ്ദേഹത്തിന് ഒരു ധനവാനായ ആളാണ്. അപ്പൊ ഇദ്ദേഹത്തിൽ നിന്നുള്ള പൈസ അടിച്ചു മാറ്റാം, അല്ലെങ്കിൽ അദ്ദേഹത്തിന് പൈസ ഇദ്ദേഹത്തിൽ നിന്ന് പിടിച്ചെടുക്കാം എന്ന ഒരു ഒരു ഭയം ഇൻ ദ സെൻസ്, ആ ഒരു സെൻസ് സനാതന ഗോസ്വാമിക്ക് അനുഭവം, സ്നേഹപ്രകടനം കാണിക്കുന്നത് എന്ന് സനാതന ഗോസ്വാമി മനസ്സിലാക്കുകയും അദ്ദേഹത്തിന്റെ കയ്യിലുണ്ടായിരുന്ന 8 ഗോൾഡ് കോയിനിൽ 7 ഗോൾഡ് കോയിൻ അദ്ദേഹത്തിന് നൽകുകയാണ് ചെയ്തത്. ഫ്രണ്ട് അദ്ദേഹം പറഞ്ഞ എൻ്റെ ഇതാണുള്ളത് എന്ന് പറഞ്ഞ 7 ഗോൾഡ് കോയിൻ അദ്ദേഹത്തിന് കൊടുത്തു. 1 ഗോൾഡ് കോയിൻ ഇദ്ദേഹത്തിന്റെ കൂടെ വന്ന ആ വ്യക്തിക്കും അദ്ദേഹം കൊടുത്തു. സോ ആലോചിക്കുക, കയ്യിലുണ്ടായിരുന്ന സമ്പാദ്യങ്ങൾ മുഴുവൻ, 8 ഗോൾഡ് കോയിൻ മാത്രമാണ് അദ്ദേഹം എടുത്തിരുന്നത് എന്തെങ്കിലും ആവശ്യത്തിന് വേണ്ടി. പക്ഷെ അതുപോലും ആ സത്രത്തിന്റെ ഉടമസ്ഥന് നൽകിയിട്ട് കംപ്ലീറ്റ്ലി ഭഗവാനെ ഡിപ്പെൻഡ് ചെയ്യുകയാണ് അദ്ദേഹം ചെയ്തത്. ഇതാണൊരു യഥാർത്ഥ ഭക്തന്റെ യഥാർത്ഥമായ ഐഡന്റിറ്റി. 100% ഭഗവാനിൽ മാത്രം വിശ്വസിച്ച്, അടുത്ത നേരം ഭക്ഷണം എവിടെ നിന്ന് കഴിക്കണമെന്ന് അദ്ദേഹത്തിന് അറിയില്ല, അല്ലെങ്കിൽ എന്തെങ്കിലും സിറ്റുവേഷൻ ഉണ്ടായാൽ അതിനുള്ള പൈസ അദ്ദേഹത്തിന്റെ കയ്യിലില്ല. ഓക്കെ, ജന്മന അല്ലെങ്കിൽ കാലങ്ങളായിട്ട് ദാരിദ്ര്യം അനുഭവിക്കുന്ന ഒരു വ്യക്തിയാണ് എങ്കിൽ ദിസ് നത്തിങ് മച്ച് ഡിഫറൻസ്. കാരണം കഴിഞ്ഞ ദിവസങ്ങളിൽ നടന്നു പോയാൽ തന്നെ പൊയ്ക്കോളും എന്ന് വിചാരിക്കാം. പക്ഷെ ജന്മന വളരെ ധനാഢ്യനായിരുന്ന, അതിനുശേഷം വളർന്ന് വലുതായതിനു ശേഷം ഇത്രയും വലിയ പൊസിഷൻ ഹോൾഡ് ചെയ്തിരുന്ന, ധനത്തിന് മേലെ കിടന്നുറങ്ങിയിരുന്ന, ഏതാണ്ട് അതേ അവസ്ഥയിൽ ഉണ്ടായിരുന്ന, എന്നാൽ അവനോട് അറ്റാച്ച്മെന്റ് ഉണ്ടായിരുന്നെന്നല്ല ഞാൻ പറഞ്ഞ ഉദ്ദേശം. പക്ഷെ അത്രയ്ക്ക് ധനാഢ്യന്മാരായിരുന്ന വ്യക്തികളിൽ ഒരുവനായിരുന്നു സനാതന ഗോസ്വാമി. അദ്ദേഹം കംപ്ലീറ്റ്ലി വേണ്ട എന്ന് വെച്ച് കയ്യിലുണ്ടായിരുന്ന ധനം കൂടി സത്രത്തിന്റെ ഉടമസ്ഥന് കൊടുത്തിട്ട് അദ്ദേഹം ഭഗവാനിന് പൂർണ്ണമായി ശരണം പ്രാപിക്കുകയാണ് ചെയ്തത്. അങ്ങനെ അദ്ദേഹം വൃന്ദാവനത്തിലേക്ക് വരികയും അവിടെ വെച്ച് ചതിന്റെ മഹാപ്രഭുവുമായിട്ട് സമ്പർക്കമായത് അദ്ദേഹത്തിനെ കാണാൻ ഉള്ള അവസരം ലഭിക്കുകയും, അങ്ങനെ മഹാപ്രഭുവിൽ നിന്ന് അദ്ദേഹത്തിന് ധാരാളം ഇൻസ്ട്രക്ഷൻസ്, തീർച്ചയായിട്ടും സനാതന ഗോസ്വാമി പ്രഭു ഗോസ്വാമിക്കും കൂടിയാണ് കിട്ടിയ ഇൻസ്ട്രക്ഷൻസ് കിട്ടുന്നു. വൃന്ദാവനത്തിനെ റിവൈവ് ചെയ്യണം, ശാസ്ത്രങ്ങളെ തിരിച്ച് വീണ്ടും കൊണ്ടുവരണം എന്ന ആ ഇൻസ്ട്രക്ഷൻ കിട്ടിയതിന് ശേഷം അദ്ദേഹവും രൂപ ഗോസ്വാമിയോട് ചേർന്നുകൊണ്ട് അവര് ആ ദൗത്യത്തിലേക്ക് ഏർപ്പെടുകയാണ് ചെയ്തത്. സനാതന ഗോസ്വാമിയുടെ ജീവിതത്തിലുണ്ടായ ഒരു 2-3 ഇൻസിഡൻസ് ഞാൻ പറയാൻ ആഗ്രഹിക്കുന്നു. അദ്ദേഹത്തിന്റെ എത്രമാത്രം ഭക്തിയാണ് അദ്ദേഹത്തിന്റെ ഹൃദയത്തിൽ ഉണ്ടായിരുന്നത്. അതായത് അദ്ദേഹത്തിന് എന്താണ് സംഭവിച്ചത്, നമ്മൾ ആദ്യകാലങ്ങളിൽ ഉണ്ടായിരുന്ന സംഭവത്തെക്കുറിച്ച് നമ്മൾ കണ്ടു. അത് കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ അതിനെക്കുറിച്ച് കാണുകയുണ്ടായി. അതിനുശേഷം അദ്ദേഹത്തിന് ഈ ജയിലിൽ വെച്ച് അദ്ദേഹം ഉണ്ടായി, അവിടുന്ന് എങ്ങനെ അദ്ദേഹം പലായനം ചെയ്തു എന്ന് നമ്മൾ മനസ്സിലാക്കി. സോ അതിനുശേഷം നമുക്കിനി കാണാൻ നമുക്കൊരു 1-2 ഇൻസിഡൻസ് ഞാൻ പറയാനായിട്ട് ആഗ്രഹിക്കുകയാണ് ചെയ്യുന്നത്. സോ ഭഗവാൻ കൃഷ്ണന്റെ പൗത്രനോ പ്രപൗത്രനോ ആയ ഒരു വ്യക്തി ഉണ്ടായിരുന്നു. അദ്ദേഹത്തിന്റെ പേര് വജ്ര എന്ന ആയിരുന്നു. അദ്ദേഹം പിന്നീട് മധുരയിലെ രാജാവായി മാറുകയാണ് ചെയ്തത്. സോ അദ്ദേഹം വളരെ ഭഗവാന്റെ ഒരു ഉത്തമ ഭക്തന്മാരിൽ ഒരുവൻ കൂടിയായിരുന്നു. പൗത്രനോ പ്രപൗത്രനോ ആകാം. കലിയുഗത്തിന്റെ ആരംഭത്തിൽ അദ്ദേഹമാണ് മധുര ഭരിച്ചിരുന്നത്. സോ അങ്ങനെ അദ്ദേഹം ഈ കലിയുഗത്തിന്റെ ആരംഭഭാഗം എന്ന് പറയുമ്പോൾ ഏതാണ്ട് ഭഗവാന്റെ തിരോഭാവത്തിന് ശേഷം പരീക്ഷിത് മഹാരാജാവിന്റെ ഒക്കെ കാലത്തിന് ശേഷം ഉള്ള ആ ഒരു സമയത്താണ് വജ്ര എന്നായിരുന്നു അദ്ദേഹത്തിന്റെ പേര്. അദ്ദേഹം മധുര എന്ന സ്ഥലം എന്ന ഭാഗം ഭരിച്ചുകൊണ്ടിരിക്കുന്ന സമയത്താണ് അദ്ദേഹത്തിന്റെ കയ്യിലാണ് രാധാ മദൻ മോഹന്റെ വിഗ്രഹം ഉണ്ടായത്. അപ്പൊ അങ്ങനെ രാധാ മദൻ മോഹന്റെ വിഗ്രഹത്തിനെ കുറിച്ച് അദ്ദേഹം ആ സമയത്ത് ഭഗവാനെ ഭജിച്ചുകൊണ്ട്, അല്ലെങ്കിൽ ഭഗവാന്റെ ആ വിഗ്രഹത്തെ പൂജിച്ചുകൊണ്ടിരുന്ന ഇദ്ദേഹമാണ്. ഇത് മാത്രമല്ല, മറ്റ് വിഗ്രഹങ്ങൾ ഓരോരുത്തരുടെയും രാധാരമൺ, രാധാ മദൻ മോഹൻ, രാധാ ദാമോദർ, അങ്ങനെ പല വിഗ്രഹങ്ങളെല്ലാം ഉണ്ടായിരുന്നു. സോ ആ വിഗ്രഹങ്ങളെ മുസ്ലിം ഡോമിനേഷൻ, അല്ലെങ്കിൽ മുസ്ലിം രാജാക്കന്മാർ വന്ന് നമ്മളെ പിടിച്ചെടുക്കുന്ന സമയത്ത്, ആ ഒരു സമയം അങ്ങനെ ആ വിഗ്രഹങ്ങളെല്ലാം അവരെ ഏറ്റെടുക്കുകയാണ് ചെയ്തത്. അതായത് അദ്ദേഹം പൂജിച്ചുകൊണ്ടിരുന്ന വിഗ്രഹങ്ങൾ അതിനുശേഷം, കുറെ കാലങ്ങൾക്ക് ശേഷമാണ്. സോ ഇങ്ങനെ എടുക്കുന്ന സമയത്ത് അപ്പം ഈ വിഗ്രഹങ്ങളൊക്കെ സുരക്ഷിതമായ ഒരു സ്ഥലത്താണ് ഈ വജ്ര എന്ന
വ്യക്തി കൊണ്ട് ഏൽപ്പിച്ചിരുന്നത്. സോ അതിൽ പ്രധാനപ്പെട്ട ഒരു വിഗ്രഹം എന്ന് പറയുന്നത് രാധാ മദൻ മോഹൻ എന്ന വിഗ്രഹം, ഭഗവാന്റെ വിഗ്രഹം കൊണ്ട് എത്തിച്ചത് ചൗബ എന്ന് പറയുന്ന ഒരു വ്യക്തിയുടെ വീട്ടിലായിരുന്നു. സോ അങ്ങനെ ചൗബ സംതിങ് ലൈക്ക് ദാറ്റ്, അങ്ങനെ എന്തോ ആണ് പേര് അദ്ദേഹത്തിന്റെ, ചൗബയോ ചൗബേനോ സംതിങ് ലൈക്ക് ദാറ്റ്. അപ്പൊ അദ്ദേഹത്തിന്റെ വീട്ടിൽ കൊണ്ടുവച്ചു. അതിനുശേഷം പിന്നെ കാലങ്ങൾ കഴിഞ്ഞു. അദ്ദേഹത്തിന്റെ കുടുംബത്തിലെ ആൾക്കാരാണ് ആ വിഗ്രഹത്തെ പൂജിച്ചു കൊണ്ടിരുന്നത്. അവര് അവരുടെ വീട്ടിലെ ഒരു അംഗം പോലെയാണ് ഭഗവാനെ കണ്ടുകൊണ്ടിരുന്നത്. ഒരു വിശിഷ്ട വ്യക്തിയായിട്ടോ അല്ലെങ്കിൽ ഭഗവാനാണ് എന്ന ഒരു തോന്നലല്ല. കാരണം അവര് ഭഗവാന്റെ ബ്രജവാസീസ് എന്ന ഒരു ഭാവത്തിൽ വരുമ്പോൾ അവർ ദേ ആർ വെരി ക്ലോസ് ടു ദ ലോർഡ്. ഏറ്റവും വളരെ അടുത്ത ഇടപഴകലാണ് അവരുണ്ടാകുന്നത്. സോ അങ്ങനെ ഒരുപക്ഷെ ഞാൻ നേരത്തെ പറഞ്ഞു എനിക്ക് തോന്നുന്നു, ഒരു വ്യക്തി, എൻ്റെ ഒരു സുഹൃത്താണ്, സുഹൃത്തും എൻ്റെ ക്ലാസ്സുകളിൽ അറ്റൻഡ് ചെയ്തുകൊണ്ടിരുന്ന ഒരു വ്യക്തിയാണ്. അദ്ദേഹം ഒരു ദിവസം എന്നോട് പറഞ്ഞ ഒരു കഥയാണ്. അദ്ദേഹം ഇപ്പൊ വൃന്ദാവനിലാണ് അദ്ദേഹം താമസിക്കുന്നത്. അപ്പം വ്രജവാസീസുമായിട്ട് കുറെ കണക്ഷൻസ് ഉണ്ട്, ഫ്രണ്ട്ഷിപ്പ് ഉണ്ട്. അപ്പൊ അദ്ദേഹം ഒരു ദിവസം പറഞ്ഞു, ഒരു ദിവസം ഒരു വ്രജവാസി അദ്ദേഹത്തിനെ വീട്ടിലേക്ക് പ്രസാദം കഴിക്കാനായിട്ട് ക്ഷണിക്കുകയുണ്ടായി. അങ്ങനെ ക്ഷണിച്ചപ്പോൾ അദ്ദേഹം അവിടെ ചെന്നപ്പോൾ ഭഗവാൻ ഓഫർ ചെയ്തിട്ട് അതേ പാത്രത്തിൽ കൊണ്ട് ഇദ്ദേഹത്തിന് കൊണ്ട് പ്രസാദം കൊടുത്തു. അദ്ദേഹം പറഞ്ഞു, ഇത് ഭഗവാന്റെ പാത്രമല്ലേ, അപ്പൊ ഇത് മാറ്റിയിട്ട് വേണ്ടേ എടുക്കാൻ, ഇത് പ്രസാദത്തിൽ മറ്റ് ഭക്ഷണത്തിലോട്ട് മിക്സ് ചെയ്തതിന് ശേഷമല്ലേ തരണം. പറഞ്ഞു, നിങ്ങൾക്ക് അദ്ദേഹം ഒരു ഭഗവാനാണ്, പക്ഷെ ഞങ്ങൾക്ക് അദ്ദേഹം ഞങ്ങളുടെ കുടുംബത്തിലെ അംഗമാണ്. ഞങ്ങൾ ഒരേ പ്ലേറ്റിൽ കഴിക്കും, ഒരേപോലെ. സോ ദാറ്റ് ഈസ് ദെയർ ഭാവ. നമുക്കൊരിക്കലും ഇമിറ്റേറ്റ് ചെയ്യാൻ പറ്റത്തില്ല. ഞാൻ പറഞ്ഞത് അതേ രീതിയിലാണ് ഈ ചൗബേൻ എന്ന് പറഞ്ഞാൽ, ഈ ചൗബ എന്ന് പറയുന്ന അദ്ദേഹം അദ്ദേഹത്തിന്റെ കുടുംബത്തിലെ എല്ലാവരും ഭഗവാനെ രാധാ മദൻ മോഹൻ എന്ന വിഗ്രഹത്തിനെ ഡീൽ ചെയ്തുകൊണ്ടിരുന്നത്, അല്ലെങ്കിൽ അദ്ദേഹത്തിനെ ട്രീറ്റ് ചെയ്തുകൊണ്ടിരുന്നത്. സോ ദേ ആർ വെരി ക്ലോസ്, ഇന്റിമേറ്റ്ലി. സോ ദർ ഇസ് നത്തിങ് റോങ് ഇൻ ദാറ്റ്. പക്ഷേ അങ്ങനെ ഒരു ദിവസം സനാതന ഗോസ്വാമി അതുവഴി ഇങ്ങനെ പോകുന്ന സമയത്ത് ഹി ഹാപ്പൻ ടു സീ ഈ വിഗ്രഹത്തെ ഇങ്ങനെ ട്രീറ്റ് ചെയ്യുന്നത്, ഇങ്ങനെ ഡീൽ ചെയ്യുന്നത് അദ്ദേഹം കാണാനിടയായി. അദ്ദേഹത്തിന് അത് സഹിച്ചില്ല. പക്ഷേ കാരണം ഒരു സാധന ഭക്തൻ എന്ന നിലയിൽ നമുക്കത് അഡ്മിറ്റ് ചെയ്യാൻ പറ്റത്തില്ല, അല്ലെങ്കിൽ നമുക്കത് അക്സെപ്റ്റ് ചെയ്യാൻ പറ്റത്തില്ല. പക്ഷെ ഡെഫിനറ്റ്ലി സനാതന ഗോസ്വാമി വാസ് എബവ് ദം. പക്ഷെ അദ്ദേഹം ഒരു ടീച്ചിങ്സ്, അല്ലെങ്കിൽ ഒരു പാഠം നമ്മളെ എല്ലാവരെയും പഠിപ്പിക്കുക എന്നൊരു ഉദ്ദേശം കൂടിയായിരുന്നു അദ്ദേഹത്തിന്. സോ അങ്ങനെ അദ്ദേഹം അവരോട് പറഞ്ഞു, ഇങ്ങനെ അല്ല ട്രീറ്റ് ചെയ്യേണ്ടത് വിഗ്രഹത്തിനെ, ഭഗവാന്റെ പൊസിഷൻസ് അതെല്ലാം അദ്ദേഹത്തിന്റെ ഒരു പൂജാവിധി കാര്യങ്ങളൊക്കെ അവരെ പഠിപ്പിച്ചു കൊടുക്കുകയുണ്ടായി. സോ ബ്രജവാസീസിന് അങ്ങനെ ഒരു ഭാവമുണ്ട് തീർച്ചയായിട്ടും. പക്ഷെ അവിടെ ഒരു പ്രോബ്ലം ഉണ്ടാകുന്നത് എന്താണ്, സഹജിയ ഭാവത്തിലേക്ക് നമ്മൾ വരാനിടയാകും. ഇഫ് യു ആർ നോട്ട് റിയലി ഓൺ ദാറ്റ് ഭാവ അല്ലെങ്കിൽ പ്രേമ ലെവൽ, നമ്മൾ ആ ഭാവത്തിൻ്റെയോ അല്ലെങ്കിൽ പ്രേമത്തിൻ്റെയോ ലെവലിൽ അല്ലാത്ത ഒരു വ്യക്തിക്ക് ഒരു സഹജിയ ഭാവം ഉണ്ടാകും. ഹീസ് വൺ അമംഗ് അസ് എന്നൊരു ഭാവം ഉണ്ടായിട്ട് അത് അഡോപ്റ്റ് ചെയ്ത് വിഗ്രഹത്തിനെ ഇൽ ട്രീറ്റ് ചെയ്യാനുള്ള ഒരു സാധ്യതയുണ്ട്, വിച്ച് വിൽ എൻഡ് അപ്പ് ആസ് എൻ അപരാധം. അതുകൊണ്ട് അതിനെ സ്റ്റോപ്പ് ചെയ്യുക എന്ന ഉദ്ദേശമാണ് സനാതന ഗോസ്വാമി അവരെ അതിൽ നിന്ന് സ്റ്റോപ്പ് ചെയ്യിക്കാനുള്ള പ്രധാനമായ കാരണം. സോ അങ്ങനെ സ്റ്റോപ്പ് ചെയ്തു, വേണ്ട രീതി ചെയ്യണമെന്ന് പറഞ്ഞ് ഇരുന്ന സമയത്ത് അന്നത്തെ ദിവസം 2 പേർ സനാതന ഗോസ്വാമി അവിടെ തന്നെയാണ് കിടന്നുറങ്ങിയത്. അപ്പൊ ഈ ചൗബൻ എന്ന് പറയുന്ന അദ്ദേഹത്തിന്റെ ഫാമിലി, ആ മെമ്പറും ഇദ്ദേഹവും കിടന്നുറങ്ങുന്നു. 2 പേർക്കും ഒരേ സമയത്ത് ഭഗവാൻ കൃഷ്ണൻ വന്ന് സ്വപ്നത്തിൽ വരികയാണ് ചെയ്യുന്നത്. സനാതന ഗോസ്വാമിയോട് പറഞ്ഞു, യു ടു ടേക്ക് ഓവർ മീ, നീ എൻ്റെ വിഗ്രഹത്തെ കൊണ്ടുപോകണം, അതിന് വേണ്ട രീതിയിൽ നീ പരിപാലിക്കണം, പൂജകളും ഓഫറിങ്ങും കാര്യങ്ങളെല്ലാം നീ നോക്കണം, പൂജാവിധി പ്രകാരം നീ അതിനെ ഇനി മുതൽ നോക്കണം എന്ന് ഭഗവാൻ സനാതന ഗോസ്വാമിയോട് പറയും. സനാതന ഗോസ്വാമി പറയും, ഭഗവാനെ, ഞാൻ അങ്ങയെ കൊണ്ടുപോയിട്ട് ഞാൻ എന്ത് ചെയ്യാനാ, ഞാൻ എന്ത് നൽകും അങ്ങേക്ക്? അങ്ങേക്ക് ഇവിടെ ഇവർ കുറച്ചൊക്കെ ഇൽ ട്രീറ്റ് ആണ് ചെയ്യുന്നത്. ഇൻ ദ സെൻസ് ഇൽ ട്രീറ്റ് എന്ന് എനിക്ക് പറയാൻ പറ്റില്ല, ലൈക്ക് ഐ മീൻ ദേ ആർ ഓഫ് കോഴ്സ് ഇൻ ദ ഭാവ. സോ ഇതേ രീതിയിലാണ് എങ്കിൽ പോലും അങ്ങേക്ക് 3 നേരം ഭോഗ ലഭിക്കുന്നുണ്ട്, ആരതി ലഭിക്കുന്നുണ്ട്. സോ
ദേ ആർ ഡൂയിങ് ഇറ്റ്, അറ്റ്ലീസ്റ്റ് സംതിങ് ദേ ആർ ഡൂയിങ്. പക്ഷെ അങ്ങ് എൻ്റെ കൂടെ വന്നു കഴിഞ്ഞാൽ അങ്ങേക്ക് എനിക്ക് 3 നേരം പോയിട്ട് ഒരു നേരമെങ്കിലും എന്തെങ്കിലും തരാണെന്ന് വിചാരിച്ചാൽ എൻ്റെ കയ്യിൽ ഒന്നുമില്ല. ഞാൻ കംപ്ലീറ്റ്ലി മധുകാരി എന്ന് പറയാം, എന്താണ്, ഭിക്ഷ ഭവതി ഭിക്ഷാം ദേഹിയിലാണ് ഞാൻ തന്നെ ജീവിക്കുന്നത്. എന്തെങ്കിലും കിട്ടിയാൽ കിട്ടിയില്ലെങ്കിൽ ഒന്നുമില്ല എന്ന രീതിയിലാണ് എൻ്റെ അവസ്ഥ. സോ അങ്ങ് എൻ്റെ കൂടെ വരുന്നതിൽ എനിക്കത് അക്സെപ്റ്റ് ചെയ്യാൻ പറ്റില്ല. കാരണം അങ്ങേ പ്രോപ്പറായി എനിക്ക് നോക്കാൻ എനിക്ക് സാധിക്കത്തില്ല. ഓരോ ദിവസവും ഓരോ സ്ഥലത്ത് കിടക്കുന്നു. ഭഗവാൻ പറഞ്ഞു, നീ എനിക്ക് എന്ത് തന്നാലും ഞാനത് സ്വീകരിക്കാം, എന്തായാലും എനിക്കത് മതി. നീ ഒരു ഉണക്ക റൊട്ടി എനിക്ക് തന്നാലും മതി, അത് മതി എന്ന് പറഞ്ഞ് സനാതന ഗോസ്വാമിയുടെ സ്വപ്നത്തിൽ ഭഗവാൻ ഇത് പറയും, രാധാ മദൻ മോഹൻ. അതിനുശേഷം അതേ സമയത്ത് അപ്പുറത്ത് കിടന്ന ചൗബേ എന്ന് പറയുന്ന അദ്ദേഹത്തിന് കിട്ടുന്ന സ്വപ്നം പറയുന്നു, ഭഗവാൻ പറയുന്നു, നിനക്ക് ഒരുപാട് പേരുണ്ട് നിന്റെ ഫാമിലിയിൽ, നിനക്ക് ഒരുപാട് കുട്ടികളുണ്ട്, നിന്റെ കുടുംബത്തിൽ ഇഷ്ടം പോലെ ആൾക്കാരുണ്ട്. എന്നാൽ സനാതനന് ആരുമില്ല. അവൻ ക്ഷമിക്കാം, അവൻ ഒറ്റയ്ക്കാണ് താമസിക്കുന്നത്. സോ അവനൊരു കൂട്ടായിട്ട് എനിക്ക് പോകണമെന്ന് ആഗ്രഹമുണ്ട്. അതുകൊണ്ട് നീ ദയവായി എൻ്റെ ഈ വിഗ്രഹത്തെ സനാതനന് നൽകണം എന്ന് ഭഗവാൻ കൃഷ്ണൻ ഈ ചൗബേ എന്ന് പറയുന്ന അദ്ദേഹത്തിന് ഇൻസ്ട്രക്ഷൻ കൊടുത്തു. ആലോചിക്കുക, ഭഗവാൻ എത്ര കൃപാമയൻ, ലീലാമയൻ. രണ്ടുപേർക്കും ഒരേ സമയത്ത് സ്വപ്നം കൊടുക്കുക എന്ന് പറയുന്നത് ഇറ്റ്സ് അമേസിങ്. സോ അങ്ങനെ ഭഗവാൻ രണ്ടുപേർക്കും ഒരേ തരത്തിൽ ഒരേ സമയത്ത് ഒരേ ഇൻസ്ട്രക്ഷൻസ് കൊടുക്കുകയും പിറ്റേ ദിവസം രാവിലെ എഴുന്നേറ്റ് രണ്ടുപേരും ഇതിനെക്കുറിച്ച് ഡിസ്കസ് ചെയ്യുകയാണ് ചെയ്യുന്നത്. സോ രണ്ടുപേർക്കും അറിയില്ല അങ്ങോട്ടും ഇങ്ങോട്ടും. അവർക്ക് ചൗബേക്ക് അറിയില്ല സനാതന ഗോസ്വാമിക്ക് സ്വപ്നം കണ്ടു, സനാതന ഗോസ്വാമിക്ക് അറിയില്ല ചൗബേക്ക് സ്വപ്നം കണ്ടു. പക്ഷെ രണ്ടുപേരും രാവിലെ എഴുന്നേറ്റ് ഇതിനെക്കുറിച്ച് പറയുമ്പോൾ രണ്ടുപേരും പറയും, ദിസ് ഈസ് കൃഷ്ണാസ് ഡിസയർ, ഇത് ഭഗവാന്റെ ആഗ്രഹം തന്നെയാണ് എന്ന് മനസ്സിലാക്കിക്കൊണ്ട് അങ്ങനെ രാധാ മദൻ മോഹന്റെ വിഗ്രഹത്തെ സനാതന ഗോസ്വാമിക്ക് കൈമാറുകയാണ് ചെയ്യുന്നത്. സോ ഹി ടേക്സ് ഹിം, കൊണ്ടുപോയിട്ട് ഒരു മരത്തിന്റെ ചുവട്ടിൽ എവിടെ ഇരുന്ന ഭഗവാൻ ഹിസ് റെഡി ടു അക്സെപ്റ്റ് വാട്ട് എവർ ഇസ് ഗിവൺ ബൈ ഹിസ് ഡിവോട്ടീസ്. അങ്ങനെ അദ്ദേഹം ഒരു മരത്തിന്റെ ചുവട്ടിൽ കൊണ്ടുവച്ച് അവിടെ വെച്ച് പൂജ ചെയ്യുന്നു. അവിടെ വാട്ട് എവർ ഹി ക്യാൻ ഡു. എല്ലാ ദിവസവും പോയി കുറച്ച് ഗോതമ്പ് പൊടി എവിടെന്നെങ്കിലും കുറച്ച് ഗോതമ്പ് പൊടി മേടിച്ചുകൊണ്ടും ഗോതമ്പ് മേടിച്ചിട്ട് യമുനയിൽ നിന്ന് കുറച്ച് വെള്ളം ഒഴിച്ച് കുഴച്ച് പരത്തിയിട്ട് കൈകൊണ്ട് പരത്താനും ഇതൊന്നുമില്ല, നമ്മളെന്താ ബേലൻ എന്താ പറയാ, ചപ്പാത്തി പരത്തുന്ന തടിയും ഉരുളനും സാധനമൊന്നും ഇല്ല അദ്ദേഹത്തിന്റെ കയ്യിൽ. സോ കൈ കൊണ്ട് ഇങ്ങനെ അടിച്ചടിച്ച് പരത്തി ഒരുവിധം വട്ടത് ഇപ്പോഴും നോർത്ത് ഇന്ത്യയിൽ അങ്ങനെ ഉണ്ടാക്കുന്നുണ്ട്, ജസ്റ്റ് ഡിഫറെന്റ്. പക്ഷെ അങ്ങനെ കൈ കൊണ്ട് പരത്തി എടുത്തിട്ട് തീക്കനൽ, വെറും തീയിലേക്ക് ഡയറക്റ്റ് ഇട്ട് തീക്കനലിട്ട് ചുട്ടെടുത്തിട്ട് ഹി യൂസ് ടു ഓഫർ ടു ദ ലോർഡ് വൺസ് ഇൻ എ ഡേ. അങ്ങനെ തുളസിയിട്ട് ഭഗവാന് കൊടുക്കും എല്ലാ ദിവസവും. അത് തന്നെ നമ്മൾ ആലോചിച്ച്, നമുക്ക് എല്ലാ ദിവസവും റൊട്ടി പോട്ടെ, ഉണക്ക റൊട്ടി പോട്ടെ, നമുക്ക് എല്ലാ ദിവസവും ചോറും സാമ്പാറുമാണ് കിട്ടുന്നെങ്കിലോ. ഈ ലോകത്തിലെ ഹരേ കൃഷ്ണ, അതെന്താണ് സംഭവം കേട്ടത്? ഭൗതിക പ്രകൃതിയുടെ ഗർഭാശയത്തിൽ ബദ്ധരായ ആത്മാക്കളെ മാതാജി 2-3 ക്ലാസ്സുകൾ ഒരുമിച്ചാണോ കേൾക്കുന്നത്? വൈദിക വിജ്ഞാനത്തിലൂടെ സംതിങ് ഡിസ്റ്റർബിങ്. ഹരേ കൃഷ്ണ. സോ അങ്ങനെ സനാതന ഗോസ്വാമി, സോറി, നമ്മൾ എവിടെയാണ് നിർത്തിയത്? ഐ തിങ്ക് ഗെറ്റിംഗ് ഡിസ്ട്രാക്റ്റഡ്. സോ ഗോതമ്പ് നമുക്ക് എല്ലാ ദിവസവും ചോറും സാമ്പാറുമാണ് എല്ലാ ദിവസവും നമ്മുടെ വീട്ടിൽ കിട്ടുന്നെങ്കിൽ, ഈവൻ പായസ സഹിതമാണെങ്കിൽ പോലും നമുക്ക് എല്ലാ ദിവസവും ഒരേ പായസമാണ് കിട്ടുന്നുണ്ട്, നമുക്ക് ബോറടിക്കും. നമ്മുടെ ദുബായിൽ ഞാനില്ല, എൻ്റെ വേറെ പ്രഭു പറഞ്ഞൊരു കാര്യമാണ്. ഐ തിങ്ക് ഒരു സെല്ലുണ്ടായിരുന്നു, ദേറ എന്ന് പറയുന്നത്. നമുക്കൊരു പക്ഷേ സുപരിചിതനാണ് ലോഹിതാക്ഷൻ പ്രഭു, ഗുരുവായൂർ ടെമ്പിൾ നോക്കുന്ന ലോഹിതാക്ഷൻ പ്രഭു ഒക്കെ നടത്തിക്കൊണ്ടിരുന്ന ഒരു സെല്ലുണ്ട്. ആ സെല്ലിന് പറയുന്നത് തന്നെ ഉപ്പുമാ സെൽ എന്നാണ്. എവറി വീക്ക് എവറി ഡേ എപ്പോഴൊക്കെ പ്രോഗ്രാം ഉണ്ടോ അവിടുത്തെ പ്രസാദം എന്ന് പറഞ്ഞ ഉപ്പുമാവ. ഈ വാസ് ഓൾസോ പാർട്ട് ഓഫ് ദ ലേറ്റർ മേ ബി ഇറ്റ് ഹാസ് ചേഞ്ച്. പക്ഷേ അതിന് പറയുന്ന പേര് ഉപ്പുമാ സെൽ എന്നാണ്. നമുക്കൊരു ബോറായിരിക്കും, നമുക്ക് എല്ലാ ദിവസവും ഒരേ
ഈവൻ സൺഡേ ഫീസ്റ്റ് പ്രോഗ്രാം പോകുമ്പം എവറി സാറ്റർഡേ നിത്യരൂപമാതി എന്നെ വിളിക്കും, അല്ലെങ്കിൽ ഞാൻ നിത്യരൂപമാതി വിളിക്കും. അത് നാളത്തെ പ്രസാദം എന്താണ് വി ഡിസ്കസ്. സോ വി വോണ്ട് ടു ഗിവ് വെറൈറ്റീസ് ടു ദി ഡിവോട്ടീസ്. അപ്പം വെറൈറ്റിയാണ് എപ്പോഴും നല്ലത്. സോ ഭഗവാൻ നോക്ക്, ഉണക്ക റൊട്ടി, he used to get something good meal every day. 3 നേരം നല്ല സുഭിക്ഷമായ ഓഫറിംഗ് കിട്ടിക്കൊണ്ടിരുന്ന സ്ഥലത്ത് നിന്ന് he opted to be with Sanatana Goswami with a ഉണക്ക റൊട്ടി. So he saw the bhava and prema within Sanatana Goswami. Until the day this was carrying on. ഇത് കണ്ടിന്യൂ ചെയ്തുകൊണ്ടേയിരിക്കുകയാണ്. Until the day ഒരു ദിവസം ഭഗവാൻ സഹി കെട്ടിട്ട് സനാതന ഗോസ്വാമിയോട് പറയടാ, എനിക്ക് ഇത്തിരി ഉപ്പ് ചേർത്തതാടാ, ഒരല്പം ഉപ്പ് ചേർത്ത് എനിക്കിതാ എന്ന് ഭഗവാൻ സനാതന ഗോസ്വാമിയോട് ചോദിക്കുക. പറഞ്ഞു, മിണ്ടിപ്പോകരുത്. ഇത് ഗ്യാരണ്ടി നമ്മൾ എഗ്രി ചെയ്ത ടേംസിൽ, നമ്മുടെ എഗ്രിമെന്റ് സൈൻ ചെയ്തതിൽ നമ്മൾ കണ്ടീഷൻ ഉണ്ടായിരുന്നതാണ്. ഈ ടേംസിലാണ് നമ്മൾ വന്നിരിക്കുന്നത്. ഇവിടെ എനിക്കുള്ളത് ഞാൻ നൽകും. ഇന്ന് നീ എന്നോട് ഉപ്പ് ചോദിക്കും, നാളെ പറയും എനിക്ക് സ്വീറ്റ് വേണമെന്ന്, മറ്റന്നാ പറയും എനിക്ക് നല്ലൊരു ടെമ്പിൾ വേണം താമസിക്കാനെന്ന്. ഇതൊന്നും നൽകാൻ എൻ്റെ കയ്യിലൊന്നും ഇല്ലേ എൻ്റെ ഭഗവാനെ, വേണമെങ്കിൽ ഇവിടെ നിന്നോ, ഉണ്ടെങ്കിൽ ഞാൻ ഈ ഉണക്കറൊട്ടി തരും. ഐ ജസ്റ്റ് ആഡഡ് സം, എൻ്റെതായ രീതിയിൽ ഞാൻ ആഡ് ചെയ്തതാണ്. പക്ഷെ സനാതന ഗോസ്വാമി വിനീതമായി പറഞ്ഞു, ഭഗവാനെ, ഇന്ന് അങ്ങ് ഉപ്പ് ചോദിക്കുകയാണെങ്കിൽ നാളെ അങ്ങ് മധുരം ചോദിക്കും, മറ്റന്നാൾ നിങ്ങൾക്ക് ക്ഷേത്രം വേണമെന്ന് പറയും. അത് തരാനുള്ള പ്രാപ്തി എന്നിലില്ല ഭഗവാനെ. തരണമെന്ന് ആഗ്രഹമുണ്ട്, പക്ഷെ ഐ ഡോണ്ട് ഹാവ് എനിത്തിങ്. ഞാൻ തന്നെ എല്ലാ ദിവസവും ഭിക്ഷ എടുത്തിട്ടാണ് നിനക്ക് ഈ ഒരു ഉണക്കറൊട്ടിയെങ്കിലും തരുന്നത്. സോ നമുക്കറിയാം, ബംഗാളിൽ വലിയ നല്ലൊരു പ്രോവർബാണ്, കൃഷ്ണ രാഖേ മാരേ ഖേ, കൃഷ്ണ മാരേ രാഖേ ഖേ. ഭഗവാന് ഒരാളെ പ്രൊട്ടക്റ്റ് ചെയ്യണമെന്ന് ആഗ്രഹമുണ്ടെങ്കിൽ ആളെ ആർക്കും ഒന്നും ചെയ്യാൻ സാധിക്കത്തില്ല. എന്നാൽ ഭഗവാൻ ഒരാളെ കൊല്ലണമെന്ന് ആഗ്രഹമുണ്ടെങ്കിൽ ആളെ ആർക്കും പ്രൊട്ടക്റ്റ് ചെയ്യാൻ സാധിക്കത്തില്ല. ഐ ജസ്റ്റ് യൂസ് ദിസ് ഇത് ഭഗവാൻ എങ്ങനെയാണോ എന്ത് ആഗ്രഹിക്കുന്നു, ഒരു യഥാർത്ഥ ഭക്തന് ഭഗവാന് വേണ്ടി ബെസ്റ്റ് കൊടുക്കാൻ ആഗ്രഹിക്കുകയാണെങ്കിൽ കൃഷ്ണ വിൽ ഗിവ് an opportunity, അല്ലെങ്കിൽ കൃഷ്ണ വിൽ പ്രൊവൈഡ് ദ സിറ്റുവേഷൻ, ഓർ അല്ലെങ്കിൽ അത് വേണ്ട രീതിയിൽ ഭഗവാൻ അത് ചെയ്തിരിക്കും. സോ സനാതന ഗോസ്വാമിക്ക് ആ ഒരു ആഗ്രഹം ഉണ്ടായിരുന്നു, ഭഗവാന് വേണ്ടി വലിയൊരു ക്ഷേത്രം പണി കഴിപ്പിക്കണം. ആ ഒരു സമയത്താണ് ഒരു കപ്പൽ അതുവഴി കടന്നു പോവുകയും അവിടെ വെച്ച് ആ കപ്പൽ സ്റ്റക്കാവുകയും ചെയ്യുകയാണ് ചെയ്തത്. സനാതന ഗോസ്വാമി കിടന്നുറങ്ങുന്ന സമയത്ത് ഒരാള് ഒരു വെളിച്ചവുമായി വരുന്നതാണ് കാണുന്നത്. വന്നിട്ട് ചോദിക്കും, എന്നെ ഒന്ന് രക്ഷിക്കാമോ, എൻ്റെ കപ്പൽ അവിടെ സ്റ്റക്കായി നിൽക്കുകയാണ്, എന്നെ ഇതിൽ നിന്ന് രക്ഷിക്കാൻ സാധിക്കുമെങ്കിൽ നല്ലതായിരിക്കും, അതിനെ ആരെങ്കിലും ഹെൽപ്പ് ചെയ്യാനുണ്ടോ എന്ന് ചോദിക്കും. സനാതന ഗോസ്വാമി എവിടെ പോകാനാ, നട്ടപ്പാതിര വൃന്ദാവനത്തിലെ വനാന്തരങ്ങളിൽ അദ്ദേഹം താമസിക്കുന്നു, അവിടെ അടുത്ത് ആരുമില്ല. അദ്ദേഹം പറഞ്ഞു, ഇതാ ഭഗവാനോട് പ്രാർത്ഥിച്ചാട്ടെ, ഭഗവാൻ നിങ്ങൾക്ക് വേണ്ടത് ചെയ്യും. അങ്ങനെ അതിന്റെ പേര് സംതിങ് കൃഷ്ണ, സംതിങ് ലൈക്ക് ദാറ്റ്, ഹിസ് നെയിം ഈസ്. അപ്പൊ അങ്ങനെ അദ്ദേഹം ഭഗവാനോട് പ്രാർത്ഥിക്കുകയാണ്. ഭഗവാൻ പ്രാർത്ഥിച്ചു പറയും, ഇത് എന്നെ ഈ കപ്പൽ ഇവിടെ നിന്ന് മാറ്റിത്തരാൻ അങ്ങ് സഹായിക്കുകയാണെങ്കിൽ അതിൻ്റെ ഇതിൽ നിന്ന് വിൽക്കുന്ന പ്രോഫിറ്റിൻ്റെ നല്ലൊരു ഭാഗം, 50% ഐ വിൽ ഗിവ് യു, ഞാൻ അങ്ങേക്ക് നല്ലൊരു ക്ഷേത്രം പണി കഴിപ്പിച്ച് തരാം എന്ന് അദ്ദേഹം അവിടെ പ്രാർത്ഥിക്കുകയും ആ കപ്പൽ മൂവ് ചെയ്തു എന്നാണ് പറഞ്ഞത്. മൂവ് ചെയ്യുക മാത്രമല്ല, അത് ഉപ്പ് കൊണ്ടുവരുന്ന കപ്പലായിരുന്നു. ഉപ്പ് കൊണ്ടുവന്ന കപ്പൽ. ആചാര്യന്മാർ പറയുന്നത്, ഈ കപ്പിത്താൻ ഭഗവാനോട് പ്രാർത്ഥിച്ചതിന് ശേഷം ആ കപ്പലിലേക്ക് തിരിച്ചു ചെന്ന് നോക്കുമ്പോൾ ആ ഉപ്പിന്റെ സ്ഥാനത്ത് വജ്രങ്ങളും വിലപ്പെട്ട മണികളും മുത്തുകളുമായി മാറുകയാണ് ചെയ്ത ആ ഉപ്പുകളെല്ലാം. അങ്ങനെ അത് വിറ്റ് അദ്ദേഹത്തിന് ധാരാളം ധനം ഉണ്ടാവുകയും അങ്ങനെ ഇന്ന് നമ്മൾ വൃന്ദാവനിൽ കാണുന്ന ആ രാധാ മദൻ മോഹന്റെ ക്ഷേത്രം അദ്ദേഹം പണി കഴിപ്പിക്കുകയും ചെയ്യുകയാണ്. അദ്ദേഹമാണ്
ആ ക്ഷേത്രം പണി കഴിപ്പിച്ച് അതിനുശേഷം വളരെ ഇലാബറേറ്റ് ആയിട്ട് പിന്നീടുള്ള സംഭവം നമുക്കറിയാം. അത് 7 നിലകളുള്ള ക്ഷേത്രമായിരുന്നു. എത്ര പേര് വൃന്ദാവനത്തിൽ പോയിട്ടുള്ളവരുണ്ട്? രാധാ മദൻ മോഹൻ ക്ഷേത്രം കണ്ടിട്ടുള്ള എത്ര പേരുണ്ട്? ആരുമില്ലേ? പോയിട്ടുണ്ട് ഒരു പരീക്ഷണം. നമ്മളെല്ലാരും പോയിട്ടുണ്ട്. ഓൺലൈൻ വേണ്ടോ? എല്ലാരും പോയിട്ടുണ്ട്. ആ ഓക്കെ. സോ ആ ക്ഷേത്രം നമുക്കറിയാം ഇന്ന് 3 നിലയോ 4 നിലയോ ഉള്ളൂ. ബാക്കി അതിൻ്റെ എല്ലാം പൊളിച്ചു കളഞ്ഞിരിക്കുകയാണ്. അത് ഇസ്ലാം ഇൻവേഷൻ ഉണ്ടായ സംഭവങ്ങളാണ്. സോ ഭഗവാന്റെ ആ 3 നിലയിൽ വെച്ചിട്ട് അത് പൊട്ടിച്ചു കളയുകയാണ് ചെയ്തത്. അപ്പോൾ അങ്ങനെ അന്ന് അത് 7 നിലയുള്ള ഒരു വലിയൊരു മഹാക്ഷേത്രമായിരുന്നു. സോ അതിനുശേഷം ഭഗവാന് സനാതന ഗോസ്വാമിയുടെ ആഗ്രഹം ഭഗവാന് ബെസ്റ്റ് കൊടുക്കണം എന്ന് ഭഗവാൻ ആഗ്രഹിച്ച ആ ഒരു കാര്യം അങ്ങനെ സംഭവിക്കുകയാണ്. അദ്ദേഹത്തിന്റെ പേര് കൃഷ്ണദാസ് എന്ന് തന്നെയാണ്. കൃഷ്ണദാസ് കപൂർ. അപ്പൊ അദ്ദേഹത്തിന്റെ ഷിപ്പിലുണ്ടായിരുന്നത് കർപ്പൂരവും ഉപ്പുമായിരുന്നു. കർപ്പൂരം പിന്നീട് ആകുകയാണ്. കുറച്ച് ഭാഗം കർപ്പൂരമായിട്ട് വളരെ സുഗന്ധമായിട്ട് ആകുകയും അതിനുശേഷം അത് വജ്രങ്ങളും വൈഡൂര്യങ്ങളും ഒക്കെ ആയിട്ട് അത് വിറ്റിട്ട് അതിനുശേഷം അദ്ദേഹം ആ ക്ഷേത്രം പണി കൊഴിപ്പിച്ച് വലിയ ഒരു മഹാസംഭവമായിട്ട് മാറുകയാണ്. അങ്ങനെ ഒരു ഇതായിട്ട് മാറുകയാണ് ചെയ്തത്. സനാതന ഗോസ്വാമിയുടെ ആ ഉള്ളിലുള്ള ആഗ്രഹമാണ് ഞാൻ പറയുന്നത്. സോ അതിനുശേഷം അങ്ങനെ ദിനങ്ങൾ കഴിഞ്ഞു. സനാതന ഗോസ്വാമിയുടെ ദിവസത്തിലെ ഓരോ ചിട്ടകൾ നമ്മൾ കേട്ട് കഴിഞ്ഞാൽ ഏതാണ്ട് 43 വർഷത്തോളം സനാതന ഗോസ്വാമി വൃന്ദാവനത്തിൽ കഴിയുകയാണ്. 43 ഇയേഴ്സ്, 43 വർഷത്തോളം അദ്ദേഹം വൃന്ദാവനത്തിൽ കഴിഞ്ഞു. ഓരോ ദിവസവും എവ്രി ഡേ നമ്മളൊക്കെ വൃന്ദാവനത്തിൽ പോയാൽ ഒരു പ്രാവശ്യം ഗോവർദ്ധനത്തിന് പരിക്രമ ചെയ്യുന്നത് വളരെ കഠിനമായ ഒരു സംഭവമാണ്. ഇറ്റ് ഈസ് നോട്ട് ഈസി ടു ഡു എ പരിക്രമ. എനിക്കിപ്പോഴും ഓർമ്മയുണ്ട്, ഞാൻ 2005 നയിക്കുന്നത്. 2005 ഇഫ് ഐ റിമെമ്പർ കറക്റ്റ്ലി, സംതിങ് ലൈക്ക് 2005. ഞാനും എൻ്റെ വൈഫും കൂടെ, ഞാൻ ആദ്യമായിട്ടാണ് വൃന്ദാവനത്തിൽ പോകുന്നത്. ഐ തിങ്ക് ഷീ ഹാഡ് ബീൻ ടു വൃന്ദാവൻ, ഷീ ഹാഡ് ബീൻ ടു മായപ്പൂർ. വൃന്ദാവനത്തിൽ പോയിട്ടുണ്ടോ നിൽക്കുന്നത്? യെസ്, ഷീ ഹാഡ് ബീൻ ടു വൃന്ദാവൻ ബിഫോർ. ഞാൻ ആദ്യമായിട്ടാണ് വൃന്ദാവനത്തിൽ. അങ്ങനെ വൃന്ദാവനത്തിൽ പോകുന്ന സമയത്ത് ഏപ്രിൽ മാസമാണ് പോകുന്നത്. ചൂടെന്ന് പറഞ്ഞാൽ നല്ല ഒന്നാം തരം സൂപ്പർ ഫസ്റ്റ് ക്ലാസ് ചൂട്. ഗോവർദ്ധന പരിക്രമ ചെയ്ത് കഴിഞ്ഞ് തിരിച്ചു പോകുമ്പോഴത്തേക്ക് എൻ്റെ 2 കാലിലും 3 ബോയിൽസാണ് ഉണ്ടായത്. കാലിൻ്റെ വെള്ള ചുട്ടു പൊള്ളിയിട്ട് ചെരുപ്പിടാതെ. അദ്ദേഹത്തിനോട് ഞാൻ പറഞ്ഞു ചെരുപ്പിട്ടോളാൻ പറഞ്ഞു. സോ ഞാൻ പറഞ്ഞു നമുക്ക് ഇന്ന് ഇറ്റ് ഈസ് വെരി ഡിഫിക്കൽട്ട് ആ ഗോവർദ്ധന പരിക്രമ ചെയ്യുക എന്ന് പറഞ്ഞാൽ ശാരീരികമായിട്ട് നമുക്ക് ഒരുപാട് ബുദ്ധിമുട്ടുകൾ ഉണ്ടാവുന്നു. ഇത്രയും ദൂരം നടക്കണം. 24-26 കിലോമീറ്റർ ആണ്. ഇന്ന് 26 കിലോമീറ്ററാണ്. അന്നത് 24 മൈലായിരുന്നു. 24 മൈൽസ്. കാരണം അന്ന് വിശാലമായിട്ട് അന്നവിടെ ഇന്ന് കാണുന്ന കെട്ടിടങ്ങളും കുറേ അകത്തോട്ട് കയറി വന്ന് പല കെട്ടിടങ്ങളൊക്കെ ഉണ്ടാക്കി വെച്ചിട്ടുള്ള ഇത്. പിന്നെ ഈ എന്താ പറയാ, സ്റ്റേറ്റ് വൈസ് ഡിവിഷൻ അങ്ങനെയുള്ള വരുന്ന സംഭവങ്ങളൊക്കെ വന്ന കാരണം കുറെ ചുരുങ്ങി ചെറുതായിട്ടുണ്ട്. അപ്പൊ 26 കിലോമീറ്റർ ആണ് ഇന്നുള്ളത്. അന്ന് 24 മൈൽസ് എന്ന് പറഞ്ഞാൽ ഏതാണ്ട് 36 to 40 കിലോമീറ്റേഴ്സ് അത്രയുമാണ് അന്നുണ്ടായിരുന്നു. സനാതന ഗോസ്വാമി യൂസ് ടു വാക്ക് എവ്രി ഡേ. എല്ലാ ദിവസവും അദ്ദേഹം ഗോവർദ്ധന പർവ്വതത്തിന് പരിക്രമ ചെയ്യുമായിരുന്നു. പരിക്രമ ചെയ്യുക മാത്രമല്ല, അദ്ദേഹം മീറ്റ് ചെയ്യുന്ന, അദ്ദേഹത്തിന്റെ മുൻപിൽ ദൃഷ്ടിയിൽ വരുന്ന 1008 വൈഷ്ണവർക്ക് പ്രണാമം അർപ്പിക്കുകയോടെ ചെയ്യും. നമുക്ക് വലിയ കഷ്ടം. ഒരാളെ കണ്ടൊന്ന് പ്രണമിക്കണമെങ്കിൽ നമ്മൾ താഴെ കുനിഞ്ഞിട്ടൊന്ന് തൊട്ട് തൊഴും. പ്രണാമം ഈസ് ഡിഫിക്കൽട്ട്. നമുക്ക് ഇന്നത്തെ കാലത്ത് പ്രണാമം രസമാണ്. പ്രണാമത്തെക്കുറിച്ച് പറയുമ്പോൾ സനാതന ഗോസ്വാമിയെ നോക്കുക. അന്നത്തെ കാലത്ത് whenever you meet a Vaishnava, just ദണ്ഡവത് എന്ന് പറഞ്ഞാൽ fall like a stick. ദണ്ഡ എന്ന് പറഞ്ഞാൽ വടി പോലെ അങ്ങ് വീഴുക എന്നാണ് അർത്ഥം. ദണ്ഡവത് പ്രണാമം. അത് കഴിഞ്ഞിട്ട് അതിൻ്റെ കുറച്ച് കുറഞ്ഞു, അഷ്ടാംഗ പ്രണാമമായി മാറി. അത് കഴിഞ്ഞിട്ട് പഞ്ചാംഗ പ്രണാമമായി മാറി. അത് കഴിഞ്ഞിട്ട് കുനിഞ്ഞ് നമസ്കരിക്കുകയായി.
അത് കഴിഞ്ഞ് അന്ന് തൊട്ട് തൊഴുകയെ പിന്നെ ഇങ്ങനെ കുനിഞ്ഞ് നമസ്കരിക്കും. പിന്നെ വാഞ്ചാകൽപ്പതരൂപ്യശ്ച പറയുക മാത്രമായി. ദണ്ഡവത് പ്രണാമം എന്ന് പറയുകയായി. ദണ്ഡവത് പ്രണാമം പ്രാക്ടിക്കലി ചെയ്യാതെ ദണ്ഡവത് പ്രണാമം എന്ന് പറയുക മാത്രമായി. ഇപ്പോ കഴിഞ്ഞ ദിവസമല്ല, കുറച്ച് കാലങ്ങൾ, ഒരു ഐ എം ടോക്കിംഗ് 4-5 years ബാക്ക്, ഒരു ഡിവോട്ടി എന്ന് പറയുമ്പം DP. എന്താ DP? എനിക്ക് അവിടെ ക്ലിക്ക് ചെയ്യുന്നില്ല. വാട്ട് ഇസ് DP? ദണ്ഡവത് പ്രണാമം, ഷോർട്ട് ഫോം. സോ ലൈഫ്, ജീവിതത്തിൽ ഉണ്ടാകുന്ന വ്യതിയാനങ്ങൾ ഞാൻ പറയുകയാണ്. വി സേ ഇറ്റ് as മേ ബി ഇംപ്രൂവ്മെന്റ് ഓർ ഡെവലപ്മെന്റ്. പക്ഷെ യഥാർത്ഥത്തിൽ നടക്കുന്ന എന്താണ്? അന്ന് സനാതന ഗോസ്വാമി ഒരു ദിവസം 1008 വൈഷ്ണവരെ ദണ്ഡവത് പ്രണാമം ചെയ്തിരുന്ന ആചാര്യന്മാരുള്ള സമ്പ്രദായത്തിലെ നമ്മൾ ഇന്ന് came to the level that we cannot even say Dandavat Pranamam fully. People are saying only DP. So, ആലോചിക്കുക. അപ്പൊ ആ ഒരു അവസ്ഥയിൽ 43 വർഷം എന്ന് പറയുമ്പോൾ he was somewhere around, അദ്ദേഹത്തിന്റെ 1488 മുതൽ 1553, something like that. Let me just confirm that. What was his I don't know. ആർക്കെങ്കിലും ഓർമ്മയുണ്ടോ ഏതാണ് പീരീഡ് അദ്ദേഹത്തിന്റെ? Hare Krishna. Somewhere I noted it down. ഫൈൻ. സമയം 1488 മുതൽ 1553 അങ്ങനെ സമയമാണ് എനിക്ക് തോന്നുന്നത്. ഞാൻ എവിടെയോ വായിച്ച് എനിക്ക് ഓർമ്മയുണ്ട്. സോ ഇനി അപ്പോൾ ആ സമയമാകുമ്പോഴത്തേന് 65 വയസ്സ്, 68 വയസ്സോളമായിരുന്നു സനാതന ഗോസ്വാമിക്ക്. 68 വയസ്സുള്ള സമയത്തും 68 70 വയസ്സുള്ള സമയത്തും അദ്ദേഹം എല്ലാ ദിവസവും ഗോവർദ്ധന പർവ്വത പരിക്രമയും അതുപോലെ തന്നെ അദ്ദേഹത്തിന് ഇന്ന് 1008 വൈഷ്ണവരെ പ്രണമിക്കുന്ന ആ ഒരു ചടങ്ങും അദ്ദേഹം നിർത്താൻ തയ്യാറായില്ല. അങ്ങനെ വയസ്സായി, വീണ്ടും വയസ്സ് വർദ്ധിച്ചതിന് ശേഷവും സനാതന ഗോസ്വാമി ഇത് തുടർന്നപ്പോൾ ഭഗവാന് ഇത് സഹിക്കാൻ സാധിച്ചില്ല. ഭഗവാൻ സ്വയം, യെസ്, കറക്റ്റ്. 1488 മുതൽ 1558 വരെയാണ് അദ്ദേഹത്തിന്റെ ജീവിത കാലയളവ്. സോ അപ്പൊ അങ്ങനെ സനാതന ഗോസ്വാമി ഈ ഒരു പ്രായത്തിലും ഇങ്ങനെ ഇതേ പ്രവൃത്തികൾ ചെയ്തുകൊണ്ടിരുന്ന സമയത്ത് ഭഗവാൻ അത് സഹിച്ചില്ല. ഭഗവാൻ സഹിക്കാതെ സ്വയം പ്രത്യക്ഷപ്പെട്ട് പറഞ്ഞു, സനാതന ബാബാജി, അങ്ങ് ഇത് ചെയ്യേണ്ട ആവശ്യമുണ്ടോ? ഇത്രയും വയസ്സായില്ലേ? സോ അങ്ങേക്ക് ഇത്രയും വയസ്സായ സ്ഥിതിക്ക് ഇത് കുറച്ച് നിർത്തൂ. ഇത്രയും ദൂരം സഞ്ചരിക്കുകയും ഇത്രയും ദൂരം നടക്കുകയും ഇത്രയും പ്രണാമം അർപ്പിക്കുകയും ഇതിന്റെ ആവശ്യമില്ല. സനാതന ഗോസ്വാമി, നോ, എനിക്കത് ഒരിക്കലും അതിനെക്കുറിച്ച് ചിന്തിക്കാൻ പോലും സാധിക്കില്ല എന്ന് സനാതന ഗോസ്വാമി പറഞ്ഞു. എനിക്കതിനെക്കുറിച്ച് ചിന്തിക്കാൻ പോലും സാധിക്കില്ല. ഐ വിൽ കണ്ടിന്യൂ ഡൂയിങ് ദിസ് എന്ന് പറഞ്ഞു. അവസാനം ഭഗവാൻ സ്വയം പ്രത്യക്ഷപ്പെട്ട് പറഞ്ഞു, ഒരു കല്ല്, ഗോവർദ്ധനത്തിലെ ഒരു കല്ല് എടുത്തിട്ട് അതിൽ ഭഗവാന്റെ പാദം വെച്ചിട്ട്, ഭഗവാന്റെ പാദത്തിന്റെ ഇംപ്രഷൻ അതിൽ കൊടുത്തിട്ട് പറഞ്ഞു, നീ ഇനി ഈ കല്ലിന് പ്രദക്ഷിണം വെച്ചാൽ മതി. ഈ കല്ലിന് പ്രദക്ഷിണം വെച്ചു കഴിഞ്ഞാൽ ഗോവർദ്ധനത്തിന് പരിക്രമം ചെയ്തതിന് തുല്യമാണ്. അതുകൊണ്ട് ഈ കല്ലിന് നീ ഇനി പ്രദക്ഷിണം വെച്ചാൽ മതി എന്ന് പറഞ്ഞ് ഭഗവാൻ അങ്ങനെ ആ ഒരു കല്ല് സനാതന ഗോസ്വാമിക്ക് കൊടുക്കുകയും പിറ്റേ ദിവസം മുതൽ സനാതന ഗോസ്വാമി ആ കല്ലിന് പ്രദക്ഷിണം വെക്കുകയാണ് ചെയ്തത്. സോ ചെറിയൊരു പ്രദക്ഷിണം വെച്ചു കഴിഞ്ഞാൽ ഗോവർദ്ധനത്തിന് മുഴുവൻ പരിക്രമം ചെയ്തതിന്
തുല്യമായി. സോ ദിസ് വാസ് ദെയർ റിലേഷൻഷിപ്പ്. അതായത് ഇതായിരുന്നു അവരുടെ ആ ഒരു കൊടുക്കൽ വാങ്ങലുകൾ ഭഗവാനും ആ ഭക്തനും തമ്മിൽ നടന്നിരുന്ന അന്നത്തെ കാലത്ത്. ആലോചിക്കുക, സനാതന ഗോസ്വാമി അത്രയും ഡീപ്പായിട്ട് അദ്ദേഹം ഇത്രയും വലിയ ഭക്തി കാണിച്ചു തന്നു നമ്മളോട്. എങ്ങനെയാണ് ഇത് ചെയ്യേണ്ടത്, എങ്ങനെയൊക്കെയാണ് ഭക്തി ചെയ്യേണ്ടത് എന്നതിന് നമുക്ക് മാർഗനിർദ്ദേശങ്ങൾ നൽകുകയും അദ്ദേഹം നമ്മുടെ ജീവിതത്തിൽ കൂടി കാണിച്ചു തരിക ചെയ്യുകയാണ് ചെയ്തത്. സോ അങ്ങനെ സനാതന ഗോസ്വാമി അങ്ങനെ ആ കല്ലിനെ പ്രദക്ഷിണം വെച്ചുകൊണ്ട് പറഞ്ഞിരിക്കുകയും അങ്ങനെ 1558 അദ്ദേഹം ഭഗവാന്റെ ലീലകളിലേക്ക് തിരിച്ചു പോവുകയാണ് ചെയ്തത്. അദ്ദേഹത്തിന്റെ സമാധി മന്ദിരം എന്ന് പറയുന്നത് രാധാ മദൻ മോഹൻ ക്ഷേത്രത്തിന്റെ തൊട്ടുപുറകില് പല ആൾക്കാരുടെയും അവിടെ ഇത് വെച്ചിട്ടുള്ള സ്ഥലമുണ്ട്. സനാതന ഗോസ്വാമിയുടെയും അതിന് കൂടെ ഒരു എന്താ പറയാ സമാധി മന്ദിരം അവിടെ ഉണ്ട്. അദ്ദേഹത്തിന് രൂപഗോസ്വാമിയുടെ കാര്യം നമ്മൾ കഴിഞ്ഞ ദിവസം പറഞ്ഞപ്പോൾ പറഞ്ഞു, രൂപമഞ്ജരി ആയിരുന്നു രൂപഗോസ്വാമിയായിട്ട് വന്നതെങ്കിൽ ലവംഗമഞ്ജരിയാണ് സനാതന ഗോസ്വാമിയായിട്ട് വന്നത്. ലവംഗമഞ്ജരി എന്ന പേരിലുള്ള മഞ്ജരിയാണ് സനാതന ഗോസ്വാമിയായിട്ട് വന്നത്. അല്ലാത്തവർക്ക് ഇങ്ങനെ ഭഗവാന്റെ ദർശനമോ ഭഗവാനുമായിട്ടുള്ള ഡയറക്റ്റ് ഇൻറ്ററാക്ഷൻസോ ഒക്കെ വളരെ ഡിഫിക്കൽട്ടാണ്. തീർച്ചയായിട്ടും നമുക്കും അതൊക്കെ പ്രാപ്യം തന്നെയാണ്. പക്ഷെ നമ്മൾ അവരുടെ പാതകൾ പിന്തുടരുന്ന അവർ ചെയ്ത കാര്യങ്ങൾക്ക്, അതുകൊണ്ടാണ് നമ്മൾ കഴിഞ്ഞ ക്ലാസ്സുകളിൽ കേട്ടതുപോലെ രൂപഗോസ്വാമിയുടെ അനുഗാമികൾ ആയതുകൊണ്ട് രൂപാനുഗാസ് എന്ന് നമുക്ക് പേരുണ്ട്. അതുപോലെ തന്നെ ഈ ഗോസ്വാമിമാരുടെ ജീവിതത്തിൽ അവർ തെളിയിച്ചു തന്നിരിക്കുന്ന ആ വഴികളിൽ കൂടി നമ്മൾ സഞ്ചരിക്കുകയാണ് വേണ്ടത്. അവർ ഇത്രയും ത്യാഗം ചെയ്തുകൊണ്ട് നമ്മൾ ഇന്ന് ഭൗതിക ലോകത്തെക്കുറിച്ച് സംസാരിക്കുകയാണെങ്കിൽ മഹാത്മാഗാന്ധിയെ കുറിച്ചിട്ടും പിന്നെന്താണ് നെൽസൺ മണ്ടേല മുതലായ വ്യക്തികളെ കുറിച്ചൊക്കെ നമ്മൾ ഇന്നും നമ്മുടെ ഹിസ്റ്ററി നമ്മളെ പഠിപ്പിക്കാനുള്ള കാരണം അവർ ചെയ്ത ത്യാഗമാണ്. അവരുടെ ജീവിതത്തിൽ അവർ ചെയ്ത ത്യാഗത്തിന്റെ അളവിനനുസരിച്ച് കൊണ്ടാണ് അവരെ നമ്മൾ ഇന്നും ഓർക്കുന്നത്. സോ നെൽസൺ മണ്ടേല അദ്ദേഹത്തിന്റെ യുവത്വമായ 26 വർഷങ്ങളാണ് അദ്ദേഹം ജയിലറകളിൽ കടന്നിരുന്നത്. അതിനുശേഷം അദ്ദേഹത്തെ തുറന്നു വിട്ടു. അവിടുത്തെ ഒരു വലിയൊരു നേതാവായിട്ട് അദ്ദേഹം മാറുകയാണ് ചെയ്തത്. മഹാത്മാഗാന്ധി അതുപോലെ അനേകം പ്രാവശ്യം ജയിലിൽ പോവുകയും അനേകം പോലീസുകാരുടെ ചവിട്ടും കുത്തും ഒക്കെ കൊണ്ട് സമരങ്ങൾ ചെയ്തു, സത്യാഗ്രഹങ്ങൾ നടത്തി. അങ്ങനെ ഭാരതത്തിന് സ്വാതന്ത്ര്യം മേടിച്ചു തരുന്നതിന് അദ്ദേഹം കാണിച്ച ഒരുപാട് കോൺട്രിബ്യൂഷൻ ഇന്ന് നമ്മൾ ഓർക്കുന്ന രാഷ്ട്രീയ നേതാക്കന്മാരിൽ ഒരുപാട് മുതിർന്നുണ്ടായിരുന്ന വ്യക്തികളെല്ലാവരും അവരുടെ ജീവിതത്തിൽ കോൺട്രിബ്യൂഷൻസ് ഇൻ ദ വേ ഓഫ് സാക്രിഫൈസ്. അപ്പം ആ കൊടുക്കുന്ന ത്യാഗത്തിനാണ് മഹത്വമുള്ളത് എന്ന് പറഞ്ഞതുപോലെ ഈ ഷഡ്ഗോസ്വാമികളിൽ സനാതന ഗോസ്വാമി, രൂപഗോസ്വാമി കഴിഞ്ഞ 3-4 ക്ലാസ്സുകളായിട്ട് നമ്മൾ കേൾക്കുന്ന ഈ വ്യക്തിത്വങ്ങൾ നടത്തിയ അവരുടെ കോൺട്രിബ്യൂഷൻ ഭാരം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അൺകമ്പയറബിൾ, അല്ലെങ്കിൽ അതിനൊരു കമ്പാരിസൺ നടത്താൻ ഇല്ല. തുല്യമായ കോൺട്രിബ്യൂഷൻസ് ആണ് അവർ നൽകിയിരിക്കുന്നത്. പ്രധാനമായിട്ടും അവരുടെ സാക്രിഫൈസ്, അവരുടെ ജീവിതത്തിൽ അവർ ത്യജിച്ചിരിക്കുന്ന അല്ലെങ്കിൽ നടത്തിയ ത്യാഗത്തിന്റെ വില ഇത്രമാത്രമാണ്. സനാതന ഗോസ്വാമിയുടെ ജീവിതത്തിലെ കഥകളെ കുറിച്ച് നോക്കിയാൽ അപാരമായ ഒരുപാട് ലീലകൾ അദ്ദേഹം നടത്തിയിട്ടുണ്ട്. സോ അതിനേക്കാൾ പ്രധാനമെന്ന് പറയുന്നത് അദ്ദേഹം നമുക്ക് വേണ്ടി എഴുതി വെച്ചിരിക്കുന്ന ഒരു ഐ തിങ്ക് വി ഹാവ് 5 more minutes, 5 or maybe some few minutes ഉള്ള നമുക്ക് ഒരു ചെറിയൊരു കഥ കൂടെ പറഞ്ഞിട്ട് ഞാൻ നിർത്താം. അതായത് ഒരു സനാതന ഗോസ്വാമിയുടെ സമയത്ത്, അതായത് എത്രമാത്രം സനാതന ഗോസ്വാമി he was exemplary for his humbleness. വളരെ വിനയത്വത്തിന്റെ ഒരു ഉടമയാണ് സനാതന ഗോസ്വാമി. എത്രമാത്രം ഇൻഫ്ലുവൻഷ്യൽ ആയിരുന്നു മറ്റുള്ളവരുടെ ജീവിതത്തിൽ, അത് അറിയണമെങ്കിൽ ദിസ് സ്റ്റോറി ഈസ് വെരി ഇമ്പോർട്ടൻറ്റ്. ജസ്റ്റ് ഗിവ് മി എ മിനിറ്റ്. ഹരേ കൃഷ്ണ. സോ എത്രമാത്രം ഹമ്പിൾ ആയിരുന്നു
എത്രമാത്രം ഇൻഫ്ലുവൻഷ്യൽ ആയിരുന്നു രൂപഗോസ്വാമിയുടെയും ജീവഗോസ്വാമിയുടെയും ഒക്കെ ജീവിതത്തിൽ എന്നറിയാൻ ഈ ഒരു പാസ്റ്റ് ടൈം വളരെ വെരി മച്ച് ഹെൽപ്പ് അസ്. അന്നത്തെ കാലത്ത് നമ്മൾ ചൈതന്യ മഹാപ്രഭുവിന്റെ പാസ്റ്റ് ടൈമിൽ തന്നെ നമ്മൾ കേട്ടിരിക്കുന്ന ഒരു മനോഹരമായ സ്റ്റോറിയാണ് കേശവ കാശ്മീരി എന്ന് പറയുന്ന ഒരു ദിഗ് വിജയ് പണ്ഡിറ്റിനെ കുറിച്ചിട്ട്. സോ അന്നത്തെ കാലത്ത് ഈ ഒരു കാലയളവിലൊക്കെ അത് വളരെ പ്രോമിനന്റ് ആയിരുന്നു. ചലഞ്ചിങ്, അതായത് വാഗ്വാദങ്ങളിലേക്ക് ചലഞ്ച് ചെയ്തിട്ട്, അല്ലെങ്കിൽ എന്താ പറയുക, ചലഞ്ച് ചെയ്യാന്ന് പറഞ്ഞതിന്റെ അർത്ഥം എന്താ മലയാളത്തിൽ? വെല്ലുവിളിച്ച് വന്നിട്ട് വാഗ്വാദം നടത്തി ശാസ്ത്രപരമായി, സംസ്കൃതങ്ങളിലൊക്കെയാണ് അന്നത്തെ വാഗ്വാദങ്ങളൊക്കെ നടത്തിക്കൊണ്ടിരുന്നത്. പ്രത്യേകിച്ചും ശാസ്ത്രത്തിന്റെ ഏത് ആധ്യാത്മികപരമായ കാര്യങ്ങളിലാണ് അന്നത്തെ ഒരു ഡിബേറ്റ് എന്ന് പറയാം. യെസ്, ഇറ്റ്സ് എ ഡിബേറ്റ് ഒക്കെ നടന്നുകൊണ്ടിരുന്നത്. സോ അങ്ങനെ രൂപ ഗോസ്വാമി വാസ് വെരി മച്ച് പ്രോമിനന്റ് ദോസ് ഡേയ്സ്. വളരെയധികം പ്രോമിനന്റ് ആയിട്ടിരുന്ന ഒരു വ്യക്തിത്വമായിരുന്നു രൂപ ഗോസ്വാമി. സോ രൂപ ഗോസ്വാമി, എന്നാൽ ഹി വാസ് വെരി മച്ച് ഹംബിൾ ടു, വളരെ വിനയത്തിന്റെ ഒരു റെപ്രസെന്റേഷൻ ആയിരുന്നു ശ്രീ രൂപ ഗോസ്വാമി. ഓൾ ദി 6 ഗോസ്വാമീസ് ഡെഫിനറ്റ്ലി nobody has exempted from that. അങ്ങനെ ഇരിക്കുന്ന സമയത്താണ് അവിടെ ഒരു വാഗ്മി ആയിട്ടുള്ള ഒരു വ്യക്തി, അല്ലെങ്കിൽ ദിഗ്വിജയ് ആയിട്ടുള്ള ഒരു വ്യക്തി, അല്ലെങ്കിൽ ഇതുപോലെ ചലഞ്ച് ചെയ്തുകൊണ്ട് വരുന്നത്. ആരെയാ ചലഞ്ച് ചെയ്യുന്നത്? രൂപ ഗോസ്വാമിയെ. രൂപ ഗോസ്വാമിയെ ചലഞ്ച് ചെയ്തപ്പം, because of his humbleness, it's not that it's not possible for him. He was well scholar. ഇന്നത്തെ കാലത്ത് ഒരു ചലഞ്ച് നടത്തുന്ന മറ്റൊരു മതസ്ഥനുണ്ട്. എനിവേ, I don't want to name anybody, പക്ഷേ there are somebody who is challenging, പക്ഷേ we are representative of Sri Rupa Goswami, so we don't have to go and defeat that person. But it is definitely possible. It's not that നമുക്കും ഇഷ്ടംപോലെ സ്കോളർലി ആയിട്ടുള്ള ആൾക്കാരാണ്. സോ രൂപ ഗോസ്വാമി വാസ് വെരി സ്കോളർലി, പക്ഷെ വാസ് വെരി ഹംബിൾ. അപ്പം അദ്ദേഹം പറഞ്ഞു, I don't want to debate with you and I don't want to defeat you, or instead I will sign and give. ഞാൻ എഴുതി നിങ്ങൾക്ക് നൽകാം, നിങ്ങൾ എന്നെ തോൽപ്പിച്ചു പോയത്. അങ്ങനെ രൂപ ഗോസ്വാമി signed the certificate and gave it to him that you defeated me. അപ്പൊ അദ്ദേഹം വളരെ പ്രൗഡായിട്ട്, ഭയങ്കര അഭിമാനത്തോടുകൂടി ലോകം മുഴുവൻ കാണിച്ചു, I defeated Rupa Goswami. Because Rupa Goswami was very prominent those days. Rather, we can say that കഴിഞ്ഞ രൂപ ഗോസ്വാമി പ്രഭുപാദരുടെ സമയത്ത്, പാസ്റ്റ് ടൈംസ് പറഞ്ഞ സമയത്ത് ഞാൻ പറഞ്ഞു, who is next to Chaitanya Mahaprabhu എന്ന് ചോദിച്ചപ്പോൾ there was only one name came out unanimously. ഏകകണ്ഠേന തെരഞ്ഞെടുത്ത അല്ലെങ്കിൽ പറഞ്ഞ ഒരു പേരായിരുന്നു Srila Rupa Goswami. So then, what was his position after Chaitanya Mahaprabhu, Srila Rupa Goswami? So he was that അത്രയും well revered as well as well scholarly and very peak of the knowledge. പക്ഷെ അദ്ദേഹം ഹംബിൾനെസ് കൊണ്ട് എഴുതി കൊടുത്തു, I agree, defeat. ഞാൻ എന്നെ തോൽപ്പിച്ചു എന്ന് ഞാൻ അംഗീകരിക്കുന്നു എന്ന് പറഞ്ഞ പത്രം എഴുതി കൊടുത്ത്, അത് വെച്ചിട്ട് അദ്ദേഹം ഭയങ്കര ഭയങ്കര ആഘോഷത്തോടുകൂടി അദ്ദേഹം സന്തോഷത്തോടെ പോയപ്പോ, പക്ഷേ ഇത് കണ്ടിട്ട് ഇഷ്ടപ്പെടാതിരുന്ന ഒരു വ്യക്തി ഉണ്ടായിരുന്നു, ജീവ ഗോസ്വാമി. He didn't like. First of all, എൻ്റെ പേരപ്പൻ he was a nephew of Jiva Goswami, was a nephew of Rupa Goswami, അനിയന്റെ മകനാണ്. അപ്പം അദ്ദേഹം എഴുതി കൊടുത്ത് ഒട്ടും ഇഷ്ടപ്പെട്ടില്ല. അപ്പൊ പിന്നെ അതുമല്ല, രൂപ ഗോസ്വാമിയെ തോപ്പിച്ചു എന്ന് പറഞ്ഞ അയാൾ വാങ്ങി കൊടുത്ത പബ്ലിസിറ്റി അദ്ദേഹത്തിന് ഒട്ടും ഇഷ്ടപ്പെട്ടില്ല. നേരെ ചെന്നിട്ട് ബ്ലാസ്റ്റ് ചെയ്തിട്ട് പറഞ്ഞു, I will defeat you. I am ready to accept your challenge എന്ന് പറഞ്ഞ് ജീവ ഗോസ്വാമി നിഷ്പ്രയാസം അദ്ദേഹത്തിനെ തോൽപ്പിച്ചു. അദ്ദേഹത്തെ തോൽപ്പിച്ചിട്ട് he took back the certificate. അവർ എന്നെ പോലും തോൽപ്പിക്കാൻ സാധിക്കുന്ന രൂപ ഗോസ്വാമിയുടെ അനന്തരവനും ചെറിയൊരു ശിഷ്യനുമായ എന്നെ തോൽപ്പിക്കാൻ നിനക്ക് സാധിക്കത്തില്ലെങ്കിൽ, what do you mean? How can you defeat രൂപ ഗോസ്വാമി? നിന്റെ അഹങ്കാരത്തിനെ ഞാൻ മറിക്കാൻ വേണ്ടിയാണ് ചെയ്തത് എന്ന് പറഞ്ഞ് ജീവ ഗോസ്വാമി അദ്ദേഹത്തിനെ ഡിഫീറ്റ് ചെയ്തു. അങ്ങനെ അത് കൊണ്ടുവന്നിട്ട് രൂപ ഗോസ്വാമിയെ എടുത്ത് കാണിച്ചു, അങ്കിൾ ഇങ്ങനെയായിരുന്നു സംഭവം, I didn't like. അദ്ദേഹത്തിന്റെ അഹംഭാവം അത് ഭയങ്കര ഇതായിട്ട് രൂപ ഗോസ്വാമി തിരിച്ചങ്ങോട്ട് ബസ്റ്റ് ഔട്ട് ചെയ്തു, പറഞ്ഞു, നീ ചെയ്തത് തെറ്റാണ്,
നീ അദ്ദേഹത്തിനെ തോൽപ്പിക്കാൻ സാധിച്ചു, പക്ഷെ നിന്റെ മനസ്സിനെ നിനക്ക് തോൽപ്പിക്കാൻ സാധിച്ചില്ല എന്നാണ് രൂപഗോസ്വാമി ജീവഗോസ്വാമിയോട് പറഞ്ഞു. സീ ഹൗ ഹംബിൾ ദേ ആർ, ഹൗ ഹംബിൾ. their knowledge എന്ന് പറയുന്നത് ഭൂത്വാ ദീന ഗണേശകൗ കരുണയാ, ജനങ്ങളുടെ നല്ല കാര്യങ്ങൾക്ക് വേണ്ടി ഉപയോഗിക്കാനായിട്ടാണ് അവരുടെ ത്യാഗവും അവരുടെ ജ്ഞാനവും അവരുടെ എല്ലാ കാര്യങ്ങളും അവർ ഉപയോഗിച്ചുകൊണ്ടിരുന്നത്. അല്ലെങ്കിൽ ഒരാളുടെ അഹംഭാവം വലിച്ചുകൊണ്ടിരിക്കുന്ന ഒരാൾ കൊണ്ടുപോകട്ടെ. പക്ഷെ ആരാണോ തൻ്റെ അടുത്ത് വരുന്നത്, യഥാർത്ഥ ജ്ഞാനത്തിന് വേണ്ടി വരുന്നത്, അവർക്ക് വേണ്ടിയിട്ടാണ് അവർ വെച്ചുകൊണ്ടിരുന്നത്. അല്ലെങ്കിൽ അഹംഭാവം നടിച്ചുകൊണ്ട് അല്ലെങ്കിൽ ചലഞ്ചിങ് സ്പിരിറ്റിൽ വരുന്നവർക്ക് വേണ്ടിയിട്ടല്ല. സോ ജീവഗോസ്വാമിയുടെ രൂപഗോസ്വാമി വളരെയധികം ദേഷ്യത്തിൽ സംസാരിച്ചിട്ട് പറഞ്ഞു, അതിന് കൊടുത്ത ശിക്ഷ എന്താണെന്നറിയാമോ? ഗോ ഔട്ട് ഓഫ് വൃന്ദാവൻ, നിനക്കിനി വൃന്ദാവനത്തിൽ കാൽവയ്ക്കാൻ അവകാശമില്ല എന്നൊരു ശിക്ഷയാണ് ജീവഗോസ്വാമിക്ക് ശ്രീ രൂപഗോസ്വാമി കൊടുക്കുന്ന ശിക്ഷ. വളരെയധികം വിഷമത്തോടുകൂടി, കാരണം അദ്ദേഹം ചെയ്തത് നമുക്കറിയാം. നമ്മുടെ ശാസ്ത്രപ്രകാരം പറയുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, വൈഷ്ണവ അപരാധം പറയുകയാണെങ്കിൽ അല്ലെങ്കിൽ ഭഗവാനെ കുറിച്ച് മോശം പറയുകയാണെങ്കിൽ there are 3 scenarios. ഒന്നുകിൽ അവരെ പറഞ്ഞ് ഡിഫീറ്റ് ചെയ്യുക, അല്ലെങ്കിൽ ആ പറഞ്ഞ ആളുടെ നാവ് വെട്ടുക, അല്ലെങ്കിൽ അവിടെ നിന്ന് പോവുക. So this is what you are supposed to do. So Jiva Goswami did one among them. He defeated that person. പക്ഷെ അദ്ദേഹത്തിന്റെ അഹംഭാവം വളർന്നോ എന്ന് രൂപഗോസ്വാമിക്ക് ഒരു സംശയം വന്നിട്ട് പറഞ്ഞു, നിന്റെ മനസ്സിനെ നിനക്ക് കൺട്രോൾ ചെയ്യാൻ സാധിച്ചില്ല. നീ അവനെ തോൽപ്പിക്കാൻ സാധിച്ചു, പക്ഷെ നിന്റെ മനസ്സിന്റെ മുമ്പിൽ നീ തോൽക്കുകയാണ് ചെയ്തത്. അതുകൊണ്ട് നിനക്കിനി വൃന്ദാവനത്തിൽ സ്ഥാനമില്ല എന്ന് പറഞ്ഞ് വൃന്ദാവനത്തിൽ നിന്ന് അദ്ദേഹത്തിനെ നിഷ്കാർഷിച്ചനം ചെയ്യുകയാണ് ചെയ്യുന്നത്. വളരെ വേദനയോടുകൂടി ജീവഗോസ്വാമി വൃന്ദാവനം വിട്ട് വെളിയിൽ എവിടെയോ ഒരു സ്ഥലത്ത്, ഏതാണ് നന്ദഘട്ട്, ഐ തിങ്ക് സംതിങ്, വിത്തിൻ വൃന്ദാവൻ ഓർ നന്ദഘട്ട് എന്നാണ് ആ സ്ഥലത്തിന്റെ പേര്, എന്നാണ് എൻ്റെ ഓർമ്മ. നന്ദഘട്ട് എന്ന് പറയുന്ന സ്ഥലത്ത് ഒരു കുഴി കുഴിച്ച് അതിലിരിക്കുകയാണ് ചെയ്തത്. ഒരു കുഴി കുഴിച്ച് അതിലിരുന്നു. സോ ഹംബിളി. എന്തെങ്കിലും വല്ലതും കിട്ടിയാൽ അത് കഴിക്കുക മാത്രം, ജസ്റ്റ് ടു കീപ് ഹിസ് ബോഡി ആൻഡ് സോൾ ടുഗദർ. അത്രമാത്രം ലിറ്റററി അത്രയും മാത്രം കഴിച്ചു. അദ്ദേഹം എല്ലും തോലുമായി മാറി. പിന്നെ ശരീരമൊക്കെ ശോഷിച്ച് അല്ലെങ്കിൽ തന്നെ ഒന്നും കഴിക്കുന്നില്ല. ഭവതി ഭിക്ഷാന്തേഹിയിലാണ്. സോ അറ്റ്ലീസ്റ്റ് അത്രയും പോലും കഴിക്കാതെ വളരെ ശരീരമൊക്കെ വളരെ ക്ഷീണിച്ച് അദ്ദേഹം അങ്ങനെ കഴിഞ്ഞ് കുറച്ച് കാലങ്ങൾക്ക് ശേഷം ബൈ ചാൻസ് സനാതന ഗോസ്വാമി അതിനടുത്തൂടെ പോകാനിടയായി. അതിനടുത്തൂടെ ഇൻ ദ സെൻസ് ആ പ്രദേശത്തൂടെ അല്ല, കുറച്ച് മാറിയുള്ള വീടുകളിൽ അദ്ദേഹം ഭിക്ഷ യാചിച്ചു വന്നപ്പോൾ ഒരു വീട്ടിൽ ചെന്ന് ഭിക്ഷ യാചിച്ചു. ഭവതി ഭിക്ഷാന്തേഹി എന്ന് ചോദിച്ചു. അപ്പോൾ ആ സ്ത്രീ അകത്ത് വേറെ എന്തോ ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു. ഒരു വരാൻ കുറച്ച് വൈകി. സനാതന ഗോസ്വാമി ഒന്നുകൂടി ഉറക്കെ വിളിച്ചു, ഭവതി ഭിക്ഷാന്തേഹി. അപ്പം അവരത് ഇറിറ്റേറ്റായി. ഷി ഡിഡ്ന്റ് ലൈക്ക്. മേ ബി ഷി മറ്റ് റെസ്പോണ്ടഡ് ഫസ്റ്റ്. ആദ്യം റെസ്പോണ്ട് ചെയ്തിട്ടുണ്ടാവും, ഒരു പക്ഷേ വരുന്നു എന്നോ അല്ലെങ്കിൽ ഒന്ന് വെയിറ്റ് ചെയ്യുമോ എന്ന് വല്ലതും പറയുകയോ എല്ലാം ചെയ്തിട്ടുണ്ടാവാം. I'm just guessing. It's my interpretation. Anyway, he repeated it once or twice. 1-2 പ്രാവശ്യം അദ്ദേഹം റിപ്പീറ്റ് ചെയ്തപ്പോൾ she became irritated. ആ ലേഡി ഇറിറ്റേറ്റ് ആയിട്ട് പറഞ്ഞു, ഞാൻ വരുന്നു എന്നല്ലേ പറഞ്ഞത്, ഇതിനേക്കാൾ നല്ലതാണ് ഞങ്ങളുടെ ബാബ. ഗോതമ്പ് പൊടിയിൽ ഇത്തിരി വെള്ളം കലക്കി കുടിച്ചു കൊടുത്താൽ പോലും അദ്ദേഹം അത് കുടിച്ചിട്ട് സമാധാനമായിട്ടിരിക്കുകയാണ്, ഇരിക്കുന്നതാണ് ഞങ്ങളുടെ ബാബ എന്ന ഒരു വാക്യം ആ സ്ത്രീ ഉപയോഗിക്കും. സനാതന ഗോസ്വാമി അത് കേട്ടിട്ട് immediately got stuck. Who is that Baba? അങ്ങനെ ഒരു ബാബയെ കുറിച്ച് ഞാൻ കേട്ടിട്ടില്ലല്ലോ. അതായത് അത്രയ്ക്ക് ത്യാഗിയും അത്രയ്ക്ക് മെന്റൽ കൺട്രോളുമുള്ള ത്യാഗിയായിട്ടുള്ള ആ ബാബ ആരാണ്? Immediately he goes and try finding him out. അതിനെ നോക്കി കണ്ടുപിടിക്കാനായിട്ട് അദ്ദേഹം യാത്ര ആരംഭിച്ചു. He didn't have to struggle a lot. He was just nearby. പക്ഷെ അദ്ദേഹം അതേ തേടിപ്പോയി. അങ്ങനെ അദ്ദേഹത്തിനെ കാണുമ്പോൾ അതിശയിക്കും. ഇതെന്റെ അനന്തരവൻ. രൂപഗോസ്വാമിയുടെ ജ്യേഷ്ഠനാണ് സനാതന ഗോസ്വാമി. അവരുടെ അനന്തരവനാണ്, അവരുടെ അനുജന്റെ പുത്രനാണ്.
ജീവഗോസ്വാമി, എൻ്റെ അനന്തരവൻ ഈ ഒരു അവസ്ഥയിൽ, നോ, സനാതന ഗോസ്വാമിക്ക് ഈ ഒരു സംഭവത്തെക്കുറിച്ച് അറിയില്ലായിരുന്നു. അങ്ങനെ വളരെ വിഷമത്തിൽ അന്വേഷിച്ചു, എന്തു പറ്റി നിനക്കിത്? അപ്പോഴാ പറഞ്ഞ് നടന്ന സംഭവം സനാതന ഗോസ്വാമിയോട് ജീവഗോസ്വാമി പറയും, വരൂ, നീ എൻ്റെ കൂടെ വരൂ എന്ന് പറഞ്ഞ് അദ്ദേഹം ജീവഗോസ്വാമിയെ വിളിച്ചുകൊണ്ട് പോയി രൂപഗോസ്വാമിയുടെ മുമ്പിൽ കൊണ്ടുപോയിട്ട് പറഞ്ഞു, ഇവൻ എന്ത് തെറ്റാ ചെയ്തത്? അപ്പോഴാണ് പറഞ്ഞത്, സോ ഡെഫിനറ്റ്ലി ദെൻ ഇറ്റ് ഈസ് ഗോട്ട് റിസോൾവ് ചെയ്തു. ആ സമയത്ത് ജീവഗോസ്വാമിയുടെ എല്ലാം തീർച്ചയായിട്ടും ഉണ്ടായിരുന്നായിരിക്കാം ചെറിയൊരു അഹംഭാവം ഉണ്ടായെന്ന് രൂപഗോസ്വാമിക്ക് മനസ്സിലായിട്ടുണ്ട്. അതുകൊണ്ടാണ് തീർച്ചയായിട്ടും ഒരു ഗുരു ഒരിക്കലും ശിഷ്യന് ചീത്തയായിട്ടൊരിക്കലും ചെയ്യില്ല. അപ്പൊ രൂപഗോസ്വാമി ചെയ്തതും ഒരുപക്ഷെ ആവശ്യമുണ്ടായിരുന്നായിരിക്കാം. എനിവേ, ഇറ്റ്സ് എ ഗിവിംഗ് എ വെരി ഗുഡ് എക്സാമ്പിൾ. സനാതന ഗോസ്വാമിയാണ് ഈ ഒരു പ്രോബ്ലം റിസോൾവ് ചെയ്യുന്നത്. സോ ഹിസ് സോ ഇൻഫ്ലുവൻഷ്യൽ. അത്രയും പറഞ്ഞു കഴിഞ്ഞാൽ സനാതന ഗോസ്വാമി പറഞ്ഞാൽ പിന്നെ രൂപഗോസ്വാമിക്ക് അതിനപ്പുറമില്ല. ബിക്കോസ് ഹി വാസ് എൽഡർ ബ്രദർ ആസ് വെൽ ആസ് ഹിസ് ഗുരു. സോ സ്പിരിച്വൽ പാത്തിലേക്ക് അദ്ദേഹത്തിനെ നയിച്ചു കൊണ്ടുവന്ന സനാതന ഗോസ്വാമി. രൂപഗോസ്വാമി ഈസ് കൺസിഡേർഡ് ആസ് ദ ഫസ്റ്റ് ആൻഡ് ഫോർമോസ്റ്റ് ഓഫ് ദ 6 ഗോസ്വാമീസ്. 6 ഗോസ്വാമികളുടെ പറയുന്ന പേരിൽ ആദ്യത്തെ പേര് രൂപഗോസ്വാമി, രണ്ടാമത്തെ പേരാണ് സനാതന ഗോസ്വാമി. ദോ സനാതന ഗോസ്വാമി ഇസ് ദ ഗുരു ഓഫ് രൂപഗോസ്വാമി. പക്ഷെ എന്നിട്ട് പോലും രൂപഗോസ്വാമിയാണ് ടോപ്പിലെങ്കിൽ പോലും സനാതന ഗോസ്വാമി അത്രമാത്രം ഇൻഫ്ലുവൻഷ്യൽ ആയിരുന്നു രൂപഗോസ്വാമിയോട്. ദാറ്റ്സ് എ വെരി ബ്യൂട്ടിഫുൾ പാസ്റ്റ് ടൈം. ഇതുപോലെ ഒരുപാട് പാസ്റ്റ് ടൈംസ് സനാതന ഗോസ്വാമിയുടെ ജീവിതത്തിൽ നമുക്ക് ചൈതന്യ ചരിതാമൃതത്തിലൂടെയും മറ്റു പല ഗ്രന്ഥങ്ങളിലൂടെയും നമുക്ക് കാണാൻ സാധിക്കുന്നു. I'll just take 2 more minutes. അദ്ദേഹത്തിന്റെ കോൺട്രിബ്യൂഷൻസ്, അദ്ദേഹം എന്തെല്ലാം ബുക്കുകളാണ് പ്രധാനമായിട്ട് നമുക്ക് വേണ്ടി രചിച്ചിരിക്കുന്നത് എന്നുള്ള അതുകൂടെ പറഞ്ഞിട്ട് നമുക്ക് ഇന്നത്തെ സെഷൻ അവസാനിപ്പിക്കാം. അതിനു മുമ്പ്, അതായത് സനാതന ഗോസ്വാമി നമുക്ക് പഠിപ്പിച്ചിരിക്കുന്ന പ്രധാനപ്പെട്ട പാഠങ്ങൾ എന്ന് പറഞ്ഞാൽ ഹംബിൾനെസ്, അതായത് ഹ്യൂമിലിറ്റി ഓവർ പ്രൈഡ്. അഹംഭാവത്തിന്റെ മുകളിലാണ് വിനമ്രഭാവം ഉണ്ടാവേണ്ടത്. ഹ്യൂമിലിറ്റി ഓവർ പ്രൈഡ്. ഡേഞ്ചർ ഓഫ് ഈഗോ. ഈഗോ എന്ന് പറയുന്നത് എത്രമാത്രം അപകടകാരിയായുള്ള ഒരു കാര്യമാണ്. കമ്പാഷൻ ആൻഡ് ഫോർഗിവ്നെസ്. എത്രമാത്രം നമ്മളെ ദയാഭാവവും ക്ഷമാഭാവവും നമുക്കുണ്ടായിരിക്കണം. അതുപോലെ അൺകണ്ടീഷണൽ ഡിവോഷൻ. ഒരു തരത്തിലുള്ള കണ്ടീഷനും ഇല്ലാതെയുള്ള ഭഗവാനുള്ള ഭക്തിയുത സേവനത്തിന് വേണ്ടിയിട്ടുള്ള കാര്യം. സോ ഇത്രയുമാണ് സനാതന ഗോസ്വാമിയുടെ ജീവിതത്തിൽ നമുക്ക് പ്രധാനമായിട്ടും പഠിക്കാനുള്ളത്. അദ്ദേഹം എഴുതിയ ബുക്കുകൾ എന്ന് പറയുമ്പോൾ കുറേ ബുക്കുകൾ, ധാരാളം ബുക്കുകൾ എഴുതിയിട്ടുണ്ട്. പക്ഷെ അതിൽ പ്രധാനമായിട്ടുള്ള 4 ബുക്കുകളുടെ പേര് ഞാൻ പറയാൻ ആഗ്രഹിക്കുന്നു. ബൃഹത് ഭാഗവതാമൃത എന്ന് പറയുന്നൊരു ബുക്ക്, വളരെ മനോഹരമായൊരു പാസ്റ്റേമാണ് അതിൽ പറയുന്നത്, ബൃഹത് ഭാഗവതാമൃത. പിന്നെ നമ്മുടെ ഭാഗവതം ക്ലാസ്സിൽ ജോയിൻ ചെയ്യുന്നവർക്ക് അറിയാം, നമ്മൾ ചൊല്ലുന്ന 3-4 ശ്ലോകങ്ങൾ, ശ്രീമദ് ഭാഗവത്തിനെ ഗ്ലോറിഫൈ ചെയ്തുകൊണ്ടുള്ള 5 ശ്ലോകങ്ങൾ ചൊല്ലുന്ന, അതിനകത്ത് കൃഷ്ണലീലാസ്തവ എന്ന് പറയുന്ന സനാതന ഗോസ്വാമി എഴുതിയ ബുക്കിന്റെ ഒരു ഭാഗത്ത് നിന്ന് എടുത്തതാണ്. ഭാഗവത്തിനെ പ്രണമിക്കേണ്ട രീതികൾ എങ്ങനെയാണ്, എങ്ങനെ ഭാഗവത്തെ എങ്ങനെ കാണണം എന്ന് സനാതന ഗോസ്വാമി പഠിപ്പിച്ചിരിക്കുന്ന കൃഷ്ണാസ്തവ എന്ന് പറയുന്നതാണ്. സർവശാസ്ത്രാബ്ധി പീയൂഷ എന്ന് പറയുന്ന ശ്ലോകം നമ്മൾ ചൊല്ലുന്നത് is from this book which is called Sri Krishna Leelastava എന്നാണ് ആ ബുക്കിന്റെ ആസാം. നമ്മുടെ ഗൗഡീയ വൈഷ്ണവ സമ്പ്രദായത്തിൽ ഏറ്റവും കൂടുതൽ റെഫറൻസ് ചെയ്യുന്ന ബുക്കാണ് ഹരിഭക്തി വിലാസ. ശില പ്രഭുപാദ് പോലും പല സ്ഥലങ്ങളിൽ നിന്ന് പല കാര്യങ്ങൾ പഠിപ്പിക്കുമ്പോൾ അതിൽ നിന്നൊക്കെ പറയുന്നത് ഹരിഭക്തി വിലാസത്തിൽ എന്നപോലെ പറഞ്ഞിട്ടുണ്ട്, ഹരിഭക്തി വിലാസത്തിൽ എന്നപോലെ പറയുന്നുണ്ട്. രൂപഗോസ്വാമി പ്രഭുപാദർ പോലും പറയുന്ന ഭക്തിരസാമൃത സിന്ധുവിൽ നിന്നൊക്കെ പറഞ്ഞിരിക്കുന്നത് പല കാര്യങ്ങളും ഹരിഭക്തി വിലാസത്തിൽ നിന്ന് എടുത്തിട്ടുള്ളതാണ്. സോ ഹരിഭക്തി വിലാസ് ഈസ് വൺ ഓഫ് ദ മേജർ ബുക്ക് ഓഫ് ഹിം. പിന്നെ ഹരിഭക്തി വിലാസത്തിന്റെ ഒരു ഭാഗമാണ് ഗ്ലോറീസ് ഓഫ് കാർത്തിക് മഹീന. കാർത്തിക് മാസത്തിന്റെ ഗ്ലോറീസ് പറയുന്നത് ഹരിഭക്തി വിലാസത്തിൽ നിന്നാണ്. സോ ലൈക്ക് ദാറ്റ് ഹിസ് സെവറൽ ബുക്സും അദ്ദേഹം നമുക്ക് വേണ്ടി നൽകിയിട്ടുണ്ട്. ശില പ്രഭുപാദ് പേഴ്സണലി പറഞ്ഞിരിക്കുന്ന കാര്യം എന്ന് പറഞ്ഞാൽ ഹരിഭക്തി വിലാസം നമ്മളോട് വായിക്കാൻ റെക്കമെൻഡ് ചെയ്തിട്ടില്ല. ഡെഫിനറ്റ്ലി വി ക്യാൻ റെഫർ ഫോർ മെനി തിങ്സ്. കാരണം ഹരിഭക്തി വിലാസത്തിൽ ഒരുപാട് നിയമങ്ങൾ. സോ അതൊക്കെ നമ്മൾ പാലിക്കാൻ തുടങ്ങിയാൽ ഇറ്റ് വിൽ ഇൻക്രീസ് അവർ ഈഗോ. ഇപ്പം ഞാനിത് ചെയ്യുന്നുണ്ട് എന്നൊരു ഭാവം നമുക്കുണ്ടാകും എന്ന് മനസ്സിലാക്കി ശില പ്രഭുപാദ് നമ്മളോട് പറഞ്ഞത് വായിക്കേണ്ട ആവശ്യമില്ല എന്നാണ് പറഞ്ഞിരിക്കുന്നത്. ഇറ്റ്സ് നത്തിങ് റോങ് ഇൻ റീഡിങ്. പക്ഷേ ശില പ്രഭുപാദ് ഇൻസ്ട്രക്റ്റഡ് ദാറ്റ്
ഇറ്റ് ഇസ് നോട്ട് നെസസറി ടു റീഡ് ഹരിഭക്തി വിലാസം. പക്ഷെ നമുക്ക് പല ഇൻസ്ട്രക്ഷൻസ് നമ്മുടെ പല ബുക്കുകളിൽ നമുക്ക് ഹരിഭക്തി വിലാസത്തിനെ കുറിച്ചൊരു ഐഡിയ നമുക്ക് കിട്ടും. പല കാര്യങ്ങളും നമുക്ക് അതിൽ നിന്ന് മനസ്സിലാക്കാൻ സാധിക്കും. ശ്രീ സനാതന ഗോസ്വാമി കി ജയ്, शिल प्रभुपाद की जय, शिल गोस्वामी की जय, शिल प्रभुपाद की जय, शिल गुरु महाराज की जय, अनंत कोटि वैष्णव की जय, निताय गौर सिद्धनाथ प्रेमानंद हरि हरि बोल. വെരി ഗുഡ്. हरे कृष्णा. थैंक यू सो मच. हरे कृष्णा. കൃഷ്ണ. ഹരേ കൃഷ്ണ. ആർക്കെങ്കിലും എന്തെങ്കിലും ചോദ്യം വല്ലതും ചോദിക്കാനുണ്ടെങ്കിൽ ഹരേ കൃഷ്ണ. ഹരേ കൃഷ്ണ പ്രഭുജി. താങ്ക് യു സോ മച്ച് പ്രഭു. ഹരേ കൃഷ്ണ. നമുക്കെന്നാൽ ഇന്നത്തെ സെഷൻ അവസാനിപ്പിക്കാം. ഹരേ കൃഷ്ണ. അതെ, കൃഷ്ണ.